എല്ലാ യുദ്ധങ്ങളിലും ആര് ജയിച്ചു ആര് പരാജയപ്പെട്ടു എന്നൊരു ചോദ്യമില്ല. ചോര കണ്ട് മത്തുപിടിച്ച് ആർത്തു ചിരിക്കുന്ന കുറച്ച് വെറുപ്പിന്റെ വക്താക്കൾക്കല്ലാതെ അവരത് പറയുമെന്നല്ലാതെ മനസാക്ഷിയുള്ളവർക്ക് യുദ്ധങ്ങൾ പരാജയങ്ങളാണ്. അത് ബാക്കി വെക്കുന്നത് മരണങ്ങളും സങ്കടങ്ങളും മാത്രമാണ്. പശ്ചിമേഷ്യയിൽ ഇക്കഴിഞ്ഞ 1.5 വർഷം ഇസ്രായേൽ കൊന്നൊടുക്കിയത് 46,000-ൽ പരം മനുഷ്യരെന്നാണ് ഒഫീഷ്യൽ കണക്ക്. 60,000 കടക്കുമെന്നല്ലാത്തവർ പറയുന്നു. ബഹുഭൂരിപക്ഷം സ്ത്രീകൾ, കുഞ്ഞുങ്ങൾ, വയോധികർ. വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരികയാണ്. കരാറുകൾ ലംഘിക്കുന്നത് ശീലമാക്കിയ ഇസ്രായേൽ പതിവ് ആവർത്തിക്കുന്നില്ലെങ്കിൽ ചോരയിൽ മുങ്ങി പശ്ചിമേഷ്യൻ ഒലിവില വീണ്ടും തളർക്കുമോ? ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിക്കുകയാണോ? ഇത് സമാധാനത്തിന്റെ രാത്രിയാണോ? പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഗസയിലെ രക്തമഴ തോരുന്നു. ബ്രിഗേഡിയർ മോഹൻപിള്ള, കേണൽ എസ് ഡിന്നി, ഡോക്ടർ പി ജെ വിൻസെന്റ്, ഷാബു പ്രസാദ് എന്നിവർ ചർച്ചയിൽ. ആദ്യം ഞാൻ ശ്രീ മോഹൻപിള്ളയിലേക്ക് പോകുന്നു. ബ്രിഗേഡിയർ മോഹൻപിള്ള, ഇവിടെ നമ്മൾ കഴിഞ്ഞ 1.5 വർഷം കണ്ടത് സമാനതകളില്ലാത്ത ലോക ചരിത്രം അല്ലെങ്കിൽ മാനവരാശി ഇത്ര ചെറിയ ദിവസങ്ങൾക്കുള്ളിൽ ഇത്രത്തോളം മരണങ്ങൾ കണ്ടുണ്ടോ ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് മറുപടി. 46,000-ൽ ഏതാണ്ട് 37,000 പേർ സ്ത്രീകളും കുഞ്ഞുങ്ങളും മാത്രമാണെന്ന് പറയുന്നു. 18,000-ഓളം പേർ കുട്ടികളാണെന്ന് പറയുന്നു, കുട്ടികളാണ് എന്ന് സ്ഥിരീകരിക്കുന്നു. അങ്ങനെ മൊത്തത്തിൽ ഒരുപാട് സ്കൂളുകൾ, അഭയാർത്ഥി ക്യാമ്പുകൾ, അങ്ങനെ ഇസ്രായേൽ ബോംബിടാതെ 82% അവിടുത്തെ ബിൽഡിങ്ങുകൾ തകർക്കപ്പെട്ടു എന്ന് പറയുകയാണ് ഈ പറയുന്ന 1.5 വർഷത്തിനിടയിൽ. 80,000 ടൺ സ്ഫോടക വസ്തു അതിനുമേൽ വർഷിച്ചു എന്ന് പറയുകയാണ്. വെടിനിർത്തൽ കരാർ ലംഘിക്കൽ ഇസ്രായേലിൻ്റെ ഒരു ശീലമാണ്. ആ ശീലം ഇക്കുറി അവർ മാറ്റും എന്ന് പ്രതീക്ഷിക്കാമോ? ഗസയിൽ, പശ്ചിമേഷ്യയിൽ സമാധാനം പുലരും എന്ന് ആത്മാർത്ഥമായി മനസാക്ഷിയുള്ളവർക്ക് പ്രതീക്ഷിക്കാമോ? ബ്രിഗേഡിയർ മോഹൻപിള്ള. ഈ രണ്ട് ചോദ്യങ്ങളും ഉത്തരം എൻ്റെ അഭിപ്രായത്തിൽ നോ എന്ന് മാത്രമേ പറയാൻ പറ്റൂ. കാരണം ഒന്നാമത്തെ കാരണം ഫണ്ടമെൻ്റലായിട്ടുള്ള ഇഷ്യൂ സോർട്ട് ഔട്ട് ചെയ്യാതെ, അത് തീർക്കാതെ ഒരു പുറമേയുള്ള കോസ്മെറ്റിക് സർജറി ചെയ്തതുകൊണ്ട് യാതൊരുവിധ പ്രയോജനവുമില്ല. പക്ഷേ ഇപ്പം ആസ് ഓഫ് നൗ ഈ സീസ് ഫയർ എന്ന് പറയുന്നത് ഇത് ഏതാണ്ട് ടേംസ് ആൻഡ് കണ്ടീഷൻ മോർ ഓർ ലെസ് സെയിം ജൂലൈയിൽ പ്രപ്പോസ് ചെയ്തതാണ്. പക്ഷേ പരസ്പരം പഴിചാരി, അതായത് ഹമാസിനെ പഴിചാരി അവർ എഗ്രി ആവുന്നില്ല എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് വന്നത്. പക്ഷേ ഇപ്പോൾ വെളിച്ചത്ത് വരുന്ന സംഭവം എന്തെന്ന് ചോദിച്ചാൽ ഇസ്രയേൽ അതിനോട് താല്പര്യം കാണിച്ചിരുന്നില്ല എന്നുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത്. പക്ഷേ അപ്പോൾ ഒരു ചോദ്യം ഉദിക്കുന്നത്, എന്തുകൊണ്ട് ഇപ്പോൾ ഇസ്രയേൽ സമ്മതിക്കുന്നു? അല്ലെങ്കിൽ ഈ ഒരു അന്ന് ജൂലൈയിൽ അബാൻഡൻ ചെയ്ത ഈ എഗ്രിമെൻ്റ് വീണ്ടും പൊടി തട്ടി എടുത്തുകൊണ്ട് വന്ന് വീണ്ടും ഇതെന്തുകൊണ്ട് ഇവർ അംഗീകരിക്കുന്നു എന്നുള്ളതിൽ ഒരൊറ്റ ആൻസറേ ഉള്ളൂ. ബിക്കോസ് US ഇലക്ഷന് ശേഷം, അത് ഇതിനു മുമ്പുള്ള എല്ലാ ചർച്ചയിലും പറയുന്നുണ്ടായിരുന്നു, ഇവിടെ ഒരു പെർമനൻറ്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് തീർച്ചയായിട്ടും US ഇലക്ഷനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കുമെന്ന്. അതുപോലെ തന്നെയാണ് നമുക്കത് വായിച്ചെടുക്കേണ്ടത്. കാരണം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഭരണാധികാരി US അധികാരത്തിൽ വന്നപ്പോൾ തീർച്ചയായിട്ടും ബെന്യാമിൻ നെതന്യാഹുവിന് വേറെ ഒന്നും പറയുവാനില്ലാത്തൊരവസ്ഥ. കാര്യം US കൺട്രോളിൽ തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രയേൽ ഉള്ളത്. അപ്പോൾ അവർക്കും ഒരു മറു ചോദ്യം അല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ എന്നൊരു സംഭവം ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. രണ്ടാമത്, ഇത് കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് 1ാം ഘട്ടം എല്ലാവരും ആത്മാർത്ഥതയോടെ ആഗ്രഹിക്കുന്നുണ്ട്, ഇതെങ്ങനെയെങ്കിലും നടക്കണം എന്നുള്ളത്. ഇതിൻ്റെ 2ാം ഘട്ടത്തിലാണ് പ്രശ്നമുള്ളത് കാശ്മീർ. കാരണം 2ഉം 3ഉം ഘട്ടങ്ങൾ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും 2ാം ഘട്ടത്തിൽ അവർ പറയുന്നത് എൻ്റെ ഇസ്രയേലീസ് അവർ മൂവ് ചെയ്ത് അവിടുന്ന് പോകണമെന്നാണ് പറയുന്നത്. അതിന് ഇസ്രയേലി സമ്മതിക്കും എന്ന് തോന്നുന്നില്ല. അവിടെ തന്നെ പ്രശ്നങ്ങൾ തുടങ്ങാനുള്ള ഒരു സാധ്യതയുണ്ട്. എൻ്റെ ഇസ്രയേലി ഷുഡ് മൂവ് ബാക്ക്. രണ്ടാമത്, ഇസ്രയേലിന് താല്പര്യമില്ല ഹമാസിന് അവർ അഡ്മിനിസ്ട്രേഷൻ ഹാൻഡ് ഓവർ ചെയ്യണം എന്നുള്ളത്. പക്ഷേ ഹമാസ് അല്ലാതെ അവിടെയുള്ള എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു റൂളിംഗ് അഡ്ജസ്റ്റ്മെൻറ്റ് വളരെ വീക്കാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഹമാസിന് ഹാൻഡ് ഓവർ ചെയ്യേണ്ടി വരും. ഹമാസിന് ഹാൻഡ് ഓവർ ചെയ്യാൻ ഇസ്രയേലീസ് തയ്യാറല്ല. അപ്പം ഇങ്ങനെയുള്ള, അത് ഇപ്പോഴത്തെ അല്ല, സെക്കൻഡ് ഫേസ് ആണ് വരുന്നത്. അപ്പം ഹാഷ്മിനോട് ചോദ്യത്തിനുള്ള പ്രസക്തി അവിടെയാണ് വരുന്നത്. റീസൺ, അതായത് സ്ഥിരമായിട്ട് ഒരു നമുക്കിത് വിശ്വസിക്കാമോ പശ്ചിമേഷ്യയിൽ സമാധാനം എന്നുള്ളത്, അത് ഒരു വിദൂര സ്വപ്നമായിട്ട് തന്നെ നിലകൊള്ളും. അടിസ്ഥാനപരമായിട്ട് അവിടെ പാലസ്തീൻ എന്ന് പറയുന്ന അവരുടെ ആത്യന്തികമായിട്ടുള്ള ആഗ്രഹം അല്ലെങ്കിൽ ഡിമാൻഡ് എന്താണോ അത് ഫുൾഫിൽ ചെയ്യുന്നതുവരെ തീർച്ചയായിട്ടും സ്ഥിരമായിട്ട് ഒരു പെർമനന്റ് സൊല്യൂഷൻ നമുക്ക് ഒരു കാരണവശാലും പ്രതീക്ഷിക്കാവുന്നില്ല. എന്തായാലും അത് തന്നെയാണ് രാഷ്ട്രീയ പൊളിറ്റിക്കൽ സൊല്യൂഷൻ. അത് തന്നെയാണ് അതിനുവേണ്ടിയുള്ള സ്വാതന്ത്ര്യ അഭിലാഷം വെച്ച് പുറത്തുന്ന ഒരു ജനതയെ എത്രത്തോളം സൈനികമായി അടിച്ചമർത്താൻ കഴിയുമെന്ന് ചോദ്യം നിൽക്കുന്നു. കേണൽ എസ് ഡിന്നി,
ഇവിടെ വൈപ്പ് ഔട്ട് ഹമാസ് എന്നുള്ളതായിരുന്നു യോവ് ഗ്യാലൻ അന്ന് IDF കൊടുത്ത നിർദ്ദേശം. അനിലേഷൻ ഓഫ് ഹമാസ് അല്ലെങ്കിൽ ഹമാസിൻ്റെ സമ്പൂർണ്ണ നാശം എന്നുള്ളത് അവർ രാഷ്ട്രീയ ലക്ഷ്യമായി നെതന്യാഹു പ്രഖ്യാപിച്ചതാണ്. ബന്ദികളെ സൈനികമായി മോചിപ്പിക്കൽ ഇസ്രായേൽ ഇതിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യമായി അവർ പ്രഖ്യാപിച്ചതാണ്. ഈ പറയുന്ന പ്രഖ്യാപിത രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ പൂർത്തീകരിച്ചിട്ടാണോ ഒരു കരാറിലേക്ക് ഇസ്രായേലിന് വഴങ്ങേണ്ടി വരുന്നത് ശ്രീ ശ്രീ ഹാഷ്മി, എനിക്ക് തോന്നുന്നില്ല അവരുടെ ഒരു രാഷ്ട്രീയ ലക്ഷ്യങ്ങളെല്ലാം അവർക്ക് കിട്ടി അല്ലെങ്കിൽ അവർക്ക് നേടാൻ സാധിച്ചു എന്ന് ഈ ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം അവർ പറഞ്ഞതുപോലെ ഹമാസിനെ കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതാക്കും എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു തുടങ്ങിയത്. ഞാനും അന്ന് പറഞ്ഞിരുന്നു ഹമാസിനെ ഒരിക്കലും കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതാക്കാൻ സാധിക്കില്ല. കാരണം ഹമാസ് എന്ന് വെച്ചാൽ ഒരു ഐഡിയ ആണ്. ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ ഓൾറെഡി US തന്നെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് പറഞ്ഞു എത്ര പേരാണോ അവർ ന്യൂട്രലൈസ് ചെയ്തത് അത്രയും പേര് തന്നെ ഹമാസിൽ വീണ്ടും റിക്രൂട്ട് ആയി കഴിഞ്ഞു എന്ന്. അപ്പം എനിക്ക് തോന്നുന്നില്ല ഹമാസിനെ കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതാക്കാൻ അവർക്ക് പറ്റി. അവർക്ക് ചെയ്യാൻ പറ്റിയെന്ന് വെച്ചാൽ ഏകദേശം ഒരു 90% അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറിനെ നശിപ്പിച്ചു. അത് കാരണം അവരുടെ ഓപ്പറേഷനായിട്ട് ഹമാസിന് തീർച്ചയായിട്ടും ഒരു സെറ്റ് ബാക്ക് ഉണ്ടായിട്ടുണ്ട്. അവരുടെ ലീഡർഷിപ്പ് നമുക്കറിയാം, അവരുടെ ടോപ്പ് ലീഡർഷിപ്പിനെ എല്ലാം തന്നെ അവരില്ലാതാക്കി. പക്ഷേ എന്നിരുന്നാലും ഹമാസ് എന്നുള്ള സംഘടനയെ അവർക്ക് കംപ്ലീറ്റ് ആയിട്ട് അവർ അനിഹിലേറ്റ് തീർത്ത് കളയും എന്ന് പറഞ്ഞ രീതിയിലേക്ക് അവർക്ക് എത്താൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഹമാസിനെ സംബന്ധിച്ചോളം തന്നെ അടുത്ത 3-5 വർഷം വരെ അവർക്ക് വലിയ രീതിയിലുള്ള ഒരു അറ്റാക്ക് നടത്താനുള്ള ക്യാപ്പബിലിറ്റി ഇല്ല എന്നുള്ള രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. കാരണം ഹമാസിന് കിട്ടിയിരുന്ന സപ്പോർട്ട്, അത് ഹെസ്ബുല്ല ആയാലും ശരി, ഇറാൻ ആയാലും ശരി, സിറിയ ആയാലും ശരി, അവിടെ എല്ലാം തന്നെ ഇസ്രായേൽ ആ സപ്പോർട്ടിനെയും ഒരു പരിധിവരെ അതിൻ്റെ ഡീഗ്രഡേഷൻ ചെയ്യാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ശ്രീ ഹാഷ്മി ആദ്യം പറഞ്ഞതുപോലെ തന്നെയാണ്, ഈ യുദ്ധത്തിൽ ആര് ജയിച്ചു ആര് തോറ്റു എന്ന് ചോദിച്ചാൽ ഒരു കൃത്യമായിട്ടൊരു ഉത്തരമില്ല. എല്ലാവർക്കും ക്ലെയിം ചെയ്യാം ഞങ്ങളാണ് ജയിച്ചതെന്നുള്ളത്. പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ എന്ന് പറയുന്ന പോലെ അവിടെ അവസാനം ഏറ്റവും കൂടുതൽ അനുഭവിച്ചിട്ടുള്ള അവിടുത്തെ ജനത തന്നെയാണ്. അത് ഗാസയിലെ 46,000 അല്ലെങ്കിൽ 60,000 എന്നാണ് കണക്ക് വരുന്നത്. അതുപോലെ തന്നെ ഇസ്രായേലിലെ ആളുകൾക്കായാലും ശരി, ആ നഷ്ടപ്പെട്ട സാധാരണക്കാർ തന്നെയാണ് ഇതിൻ്റെ ബാക്കി പത്രം എന്ന് നമുക്ക് പറയേണ്ടി വരും. അല്ലാതെ ക്ലിയർ ആയിട്ട് ഒരു മിലിറ്ററി ഒബ്ജക്റ്റീവ്സും ആർക്കും കിട്ടിയില്ല എന്ന് തന്നെ പറയുന്നതാണ് എന്നാണ് കൃത്യം. ഞാൻ അങ്ങനെ എത്താം സാർ. ഞാൻ PJ വിൻസിലേക്ക് വരും മുൻപ് ജോ ബൈഡൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറിയായി വിരമിക്കുന്ന ആന്റണി ബ്ലിങ്കൻ്റെ അവസാന വാർത്താ സമ്മേളനം ഇന്നലെയായിരുന്നു. ആ വാർത്താ സമ്മേളനത്തിൽ ബ്ലിങ്കൻ ചോദ്യങ്ങൾ കൊണ്ട് പൊറുതിമുട്ടുന്ന കാഴ്ച ഉണ്ടായി. അവിടുന്ന് ജേർണലിസ്റ്റുകളെ പിടിച്ചു മാറ്റേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായി. ആ ദൃശ്യങ്ങളൊന്ന് കാണാം. 2 or 3 people. You pontificate about a free press. You pontificate about a free press. You are hurting me. You are hurting me. You are hurting me. I'm asking questions after being told by Matt Miller that he will not answer my questions until I'm asking questions. Wasn't the point of the May 31st statement to block the ICJ orders? You blocked the ICJ orders. You Please, sir, respect the process. Respect the process. Respect the process. While everybody from Amnesty International. From Amnesty International to the ICJ saying that Israel's doing genocide and extermination, and you're telling me to respect the process. Criminal! Why aren't you in The Hague? The bombs rolling. I'm happy to address Why did you questions when we get a sacrifice chance. the Thank you. rules-based order on the mantle of your commitment to Zionism? Why did you allow my friends to be massacred? Why did you allow my happy friends' to homes in address, Gaza to be questions destroyed when we had a when we get deal a chance. in May? You helped destroy our religion, Judaism, by associating it with fascism. We'll have You waved the white flag before Netanyahu. You waved the white flag before Israeli fascism. I look forward to taking questions. Your when I get a father-in-law chance was to an finish my Israel statement. lobbyist. Your grandfather was an Israel lobbyist. Are you compromised by Israel? Why did you allow the Holocaust of our time to happen? How does it feel to have your legacy be genocide? How does it feel to have your legacy? അതിൽ ആദ്യത്തെ ജേർണലിസ്റ്റിൻ്റെ പേര് സാം ഹുസൈനി എന്നുള്ളതാണ്. അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ജേർണലിസ്റ്റാണ്. ഏതോ ഇവിടുത്തെ ചില എക്സാനലുകൾ ഒരു മുസ്ലിം ജേർണലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞു. ഇത് അർത്ഥത്തിലാണെന്ന് പറയുന്നത് അറിയില്ല. അദ്ദേഹം ഒരു പലസ്തീൻ ക്രിസ്ത്യൻ അച്ഛൻ്റെയും ജോർദാൻ ക്രിസ്ത്യൻ മദറിൻ്റെയും അമ്മയുടെയും മകനായി ജനിച്ച ഏറ്റവും മുതിർന്ന ജേർണലിസ്റ്റാണ് സാം ഹുസൈനി. രണ്ടാമത്തെ ആൾ മാക്സ് പ്ലുന്താൾ. ശ്രീ PJ വിൻസൻ, മാക്സ് പ്ലുന്താൾ ഏറ്റവും ഒടുവിൽ പറഞ്ഞു വെക്കുന്നത് എന്താണ്? മിസ്റ്റർ ആന്റണി ബ്ലിങ്കൻ നിങ്ങളുടെ ലെഗസി ജീനോസൈഡ് ലെഗസിയാണ് എന്ന് പറഞ്ഞാൽ വംശഹത്യയുടെ പാരമ്പര്യമാണ് എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു ജേർണലിസ്റ്റിൻ്റെ മാത്രം ശബ്ദമല്ല. അമേരിക്കയിൽ വളരെ വ്യാപകമായി ഉയരുന്ന ഒരു വികാരത്തിൻ്റെ ശബ്ദം കൂടിയാണ് മാക്സ് പ്ലുന്താൾ
അവിടെ പറയുന്നത് സാം ഹുസൈനി, അവിടെ പറയുന്നത് അമേരിക്കയിലെമ്പാടും പല രീതിയിലുണ്ടാകുന്ന പ്രതിഷേധങ്ങളുടെ ഒക്കെ ഒറ്റ സ്വഭാവം, മിസ്റ്റർ ബൈഡൻ യുവർ ലെഗസി ഈസ് ജീനോസൈഡ് എന്ന മുദ്രാവാക്യം തന്നെ ഉയരുന്ന പശ്ചാത്തലത്തിൽ സ്വാഭാവികമായും അവർക്ക് ഈ യുദ്ധം അമേരിക്കയുടെ കയ്യിലെ ചോരക്കറ കൂടി മായ്ക്കണമെങ്കിൽ യുദ്ധം നിർത്തിയേ മതിയാവുകയുള്ളൂ. അതുകൊണ്ട് എപ്പോഴും കരാറുകൾ ഉണ്ടാക്കുകയും അത് ലംഘിക്കുകയും ചെയ്യുന്ന ശീലമാക്കുന്ന ഇസ്രായേലിന് ഇക്കുറി അമേരിക്കയുടെ പിന്തുണ ഇല്ലാത്ത പശ്ചാത്തലത്തിൽ ഇക്കുറി ഉണ്ടാക്കുന്ന ഈ കരാറിൽ ഉറച്ചു നിന്നേ മതിയാവൂ എന്ന് നിരീക്ഷിച്ചാൽ തെറ്റുണ്ടോ ശ്രീ പി ജെ വിൻസെന്റ്? അമേരിക്കയ്ക്ക് ഈ നീണ്ടു നിൽക്കുന്ന ഒരു സമാധാന പ്രക്രിയയിലേക്ക് പോകേണ്ടി വരും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇവിടെ പത്രപ്രവർത്തകൻ ചോദിച്ച കാര്യം അതിനേക്കാൾ അതിശക്തമായി ബേർണി സാൻഡേഴ്സ് അമേരിക്കൻ കോൺഗ്രസിൽ തൻ്റെ പ്രസംഗത്തിൽ അവതരിപ്പിക്കുകയുണ്ടായി. അവിടെ റിപ്പബ്ലിക്കന്മാർ ബെഞ്ചമിൻ നെതന്യാഹുവിനെ വിളിച്ചുകൊണ്ടുവന്ന് അമേരിക്കൻ കോൺഗ്രസിൽ, അമേരിക്കൻ പാർലമെൻറ്റിൽ പ്രസംഗിക്കുകയുണ്ടായി. ആ പ്രസംഗിച്ചിട്ട് അദ്ദേഹം പോയ സ്ഥലം ഒരു കൊലപാതകയാണ് നിങ്ങൾ അമേരിക്കയുടെ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലായ കോൺഗ്രസിലേക്ക് വിളിച്ചു കൊണ്ടുവന്ന് പ്രസംഗിപ്പിച്ചത് എന്ന് അന്ന് അമേരിക്കയിലെ ഏറ്റവും സീനിയറായിട്ടുള്ള കോൺഗ്രസ് അംഗവും സെനറ്റ് അംഗവുമായിട്ടുള്ള ബേർണി സാൻഡേഴ്സ് പറയുകയുണ്ടായി. അത് അമേരിക്കയുടെ വികാരമാണ്. അമേരിക്കൻ ക്യാമ്പസുകളിലും ബഹുജനങ്ങളും അതിശക്തമായി ഈ ജിനോസൈഡിനെ എതിർത്തു. എപ്രകാരമാണോ അവർ ഹമാസിൻ്റെ ആക്രമണത്തെ എതിർത്തത്, അതിനേക്കാൾ ശക്തമായി ഇസ്രായേൽ അവിടെ നടത്തിയ ജിനോസൈഡിനെയും അവർ എതിർക്കുകയുണ്ടായി. അതോടൊപ്പം ഈ യുദ്ധത്തിൻ്റെ ഒരു അവസാന ഘട്ടത്തിൽ ഹിസ്ബുള്ള ഏറെക്കുറെ അത് ദുർബലമാക്കപ്പെട്ടു. സിറിയയിൽ ഭരണമാറ്റമുണ്ടായി. ഇറാനാകട്ടെ ഒരു പരിധിവരെ അതിൻ്റെ ആക്രമണശേഷി നഷ്ടപ്പെട്ടു. അപ്പം ഈ ഹിസ്ബുള്ളയും ഇറാൻ്റെ പ്രോക്സികളും സിറിയയും ഹൂത്തികളും ഒക്കെ ചേർന്ന് ഇസ്രായേലെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു എന്ന നറേറ്റീവ് ഇനി അമേരിക്കയ്ക്കോ വെസ്റ്റേൺ ബ്ലോക്കിനോ മുന്നോട്ട് വയ്ക്കാൻ സാധിക്കില്ല. ഇപ്പോൾ യഥാർത്ഥത്തിൽ യുദ്ധം ഇനി തുടരുകയാണെങ്കിൽ അത് ഒരായുധശേഷിയും പ്രതിരോധവും ഇല്ലാത്ത 23 ലക്ഷം വരുന്ന ഗാസയിലെ സാധാരണ മനുഷ്യർക്കെതിരായിട്ട് ആ മേഖലയിലെ ഏറ്റവും ശക്തമായ ഒരു സൈനിക ശക്തിയുടെ ഒരു മിലിറ്ററി സൂപ്പർ പവറിൻ്റെ, പ്രാദേശിക സൂപ്പർ പവറിൻ്റെ ആക്രമണവും കൊലപാതകവും മാത്രമായിരിക്കും. അത് ഒരു കാരണവശാലും ലോകത്തിന് മുന്നിൽ ന്യായീകരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഇപ്പോഴത്തെ ഈ വെടിനിർത്തൽ ഇസ്രായേലിനെ പോലെ തന്നെ അമേരിക്കയ്ക്കും അനിവാര്യമാണ്. അതുമാത്രമല്ല, ഇക്കാര്യത്തിൽ ട്രംപിൻ്റെ ഒരു വരവും വളരെ പ്രധാനപ്പെട്ടതാണ്. ട്രംപ് രണ്ട് കാര്യങ്ങൾ അദ്ദേഹം ശക്തമായി പറയുകയുണ്ടായി. ഒന്ന്, ബന്ദികളെ വിട്ടയച്ചില്ല, അല്ലെങ്കിൽ ഹെൽ അപ്പോൺ ഗസയുടെ മേൽ നരകത്തി എന്നൊക്കെ അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായി. അത് താൻ ഓവൽ ഓഫീസിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ബന്ദികളെ മുഴുവനും വിട്ടയക്കണം. ഇപ്പം 94 ബന്ദികളാണ് അവരുടെ കൈകളിലുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ 33 പേരാണ് ജീവനോടെ ഉള്ളതെന്ന് പറയുന്നു. ബന്ദികളെ വിട്ടയക്കുമ്പോൾ 1000-ഓളം പലസ്തീൻ തടവുകാരെ വിട്ടയക്കുന്നു. അതിൽ ഈ പറയുന്ന എന്താണ് കൊലപാതക കുറ്റവും ഒക്കെ ചുമത്തപ്പെട്ട ഹമാസിന്റെ നേതാക്കളൊക്കെ ഉണ്ട്. ഇതെല്ലാവരും അവരല്ലല്ലോ. അപ്പോൾ കുറേയധികം കുട്ടികളുണ്ട്, കുറേയധികം സ്ത്രീകളുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ബന്ദികൾ കൂടുതൽ ഇസ്രായേലിന്റെ പക്കലായിരുന്നോ ഹമാസിന്റെ പക്കലായിരുന്നോ ശ്രീ വിജയ് വിൻസെന്റ്? അല്ല, ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു കല്ലെറിയുന്ന ആളെയും അപ്പോൾ തന്നെ പിടിച്ച് ജയിലിലിടുകയാണല്ലോ. അപ്പോൾ അത് അവിടെ ഗസയിലെ ജനങ്ങൾ പ്രതിരോധത്തിൻ്റെ പാതയിലാണ്. അവർ ദൈനംദിനം 1967 ശേഷം ഹാഷ്മി അത് ഒക്കുപ്പൈഡ് ഫലസ്തീനിയൻ ടെറിട്ടറിയാണ്. അതൊരു സ്വതന്ത്ര രാജ്യമൊന്നുമല്ല ഗാസ. 1967 ശേഷം ഇന്ന് വരെ അത് ഇസ്രായേലിൻ്റെ മിലിറ്ററി കവറിനകത്താണ്. അത് സാമ്പത്തികമായും പൂർണ്ണമായും ഇസ്രായേലിനെ ആശ്രയിച്ച് മാത്രം നിൽക്കാൻ കഴിയുന്ന സ്ഥലമാണ്. അത് പൂർണ്ണമായി ഇസ്രായേലിനേക്കാൾ ചുറ്റപ്പെട്ടിരിക്കുന്നു. 365 കിലോമീറ്റർ സ്ക്വയർ മാത്രമാണുള്ളത്. അതിൽ ഈ റഫ മേഖലയിൽ ഈജിപ്തുമായിട്ടുള്ള അതിർത്തി ഒഴിച്ചാൽ ബാക്കി മുഴുവനും ഇസ്രായേലുമായിട്ടുള്ള അതിർത്തിയാണ്. പിന്നെ പടിഞ്ഞാറ് മെഡിറ്ററേനിയൻ കടലാണ്. അങ്ങനെ ഭൂമിശാസ്ത്രപരമായും സാമ്പത്തികമായും സൈനികമായും ഇസ്രായേലിൻ്റെ നിയന്ത്രണത്തിനകത്താണ്. അങ്ങനെയുള്ള ഒരു ഒക്കുപേഷൻ, മിലിറ്ററി ഒക്കുപേഷനെതിരായിട്ട് ഫലസ്തീനികൾ നടത്തുന്ന പ്രതിഷേധം, ആ പ്രതിഷേധത്തിലാണ് ആളുകളെ പിടിച്ച് ജയിലിലിടുന്നത്. അങ്ങനെയാണ് 1000, 2000, 3000 ഒന്നുമില്ലാതെ ആളുകളെയും കല്ലെറിയുന്ന ചെറുപ്പക്കാരെയും ചെറിയ കുട്ടികളെയും അടക്കം പിടിച്ച് ജയിലിലിടുകയാണ്. പക്ഷെ അതുപോലെയല്ല ഇപ്പം ബന്ദികൾ എന്ന് പറഞ്ഞാൽ അവർ അക്രമം നടത്തി പിടിച്ചു കൊണ്ടുപോയവരാണ്. ഏതായാലും ഈ ബന്ദികളുടെ മോചനം വളരെ പ്രധാനപ്പെട്ട. രണ്ടാമത്, ബെഞ്ചമിൻ
നെതന്യാഹുവിനെ ശക്തമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ഡൊണാൾഡ് ട്രംപ് പുറപ്പെടുവിക്കുകയുണ്ടായി. അതിൽ വാസ്തവമുണ്ട്. ഇപ്പം ഡേവിഡ് ഷൂൾമാനെ പോലുള്ള ആളുകൾ വളരെ കൃത്യമായി ഇക്കാര്യം പറയുകയുണ്ടായി. എങ്ങനെയെങ്കിലും അധികാരത്തിൽ തുടരണമെന്നും സ്വതന്ത്ര രാഷ്ട്രമായി മാറാനുള്ള ഫലസ്തീനികളുടെ അവകാശത്തെ നിഷേധിക്കണമെന്നുമുള്ള രണ്ട് പരമപ്രധാനമായ ലക്ഷ്യങ്ങളെ കേന്ദ്രീകരിച്ചിട്ടാണ് ബെഞ്ചമിൻ നെതന്യാഹു പ്രവർത്തിക്കുന്നത്. മാത്രമല്ല, അധികാരത്തിൽ തുടരാൻ വേണ്ടി ഇസ്രായേലിലെ ഈ അൾട്രാ ഓർത്തഡോക്സ് തീവ്ര സയനിസ്റ്റ് പാർട്ടികളുമായിട്ട് സഖ്യമുണ്ടായിട്ടാണ് അദ്ദേഹം അധികാരത്തിൽ തുടരുന്നത്. അപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ അധികാരാസക്തി ഈ സംഘർഷത്തിൽ ഒരു പ്രധാന ഘടകമാണ്. അദ്ദേഹം നിരന്തരമായി ഈ അധികാരത്തിൽ തുടരുന്നതിൻ്റെ ഭാഗമായിട്ട് വെസ്റ്റ് ബാങ്കിലും ഗസയിലേക്കുമൊക്കെ സൈനിക നീക്കം നടത്തുന്നതൊക്കെ നമുക്കറിയാം. ഇപ്പോൾ അവിടുത്തെ സ്മോട്രിച്ച്, അവിടുത്തെ ഫൈനാൻസ് മിനിസ്റ്റർ ആയിട്ടുള്ള ആൾ, റിലീജിയസ് സയനിസ്റ്റ് പാർട്ടിയുടെ നേതാവാണ്. അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് 120 അംഗ ഇസ്രായേലി നെസറ്റിൽ 7 അംഗങ്ങളാണുള്ളത്. അതുപോലെ യുണൈറ്റഡ് ടോറ എന്ന് പറയുന്ന എക്സ്ട്രീം റൈറ്റ് ആയിട്ടുള്ള ഒരു പാർട്ടിയാണ്, അവർക്ക് 7 അംഗങ്ങളുണ്ട്. അതുപോലെ ഒരു കഹാനി പാർട്ടിയുണ്ട്, അവർക്ക് 6 ഉണ്ട്. അപ്പോൾ തന്നെ 20 അംഗങ്ങളായി. അപ്പോൾ 32 അംഗങ്ങൾ മാത്രമാണ് നെസറ്റിൽ നെതന്യാഹുവിൻ്റെ പാർട്ടിക്ക്, ലിക്വിഡ് പാർട്ടിക്കുള്ളത്. ബാക്കി ഇതുപോലെയുള്ള തീവ്ര സയനിസ്റ്റ് ഗ്രൂപ്പുകളുടെ പിന്തുണയോടുകൂടിയാണ് അദ്ദേഹം അധികാരത്തിലിരിക്കുന്നത്. അപ്പോൾ ഈ അധികാരത്തിൽ തുടരുന്നതിന് വേണ്ടി അവരുടെ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ ബെഞ്ചമിൻ നെതന്യാഹു എപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഈ കരാറിനെതിരെ ഈ സംഘങ്ങൾ അവിടെ പ്രകടനം നടത്തിയിട്ടുണ്ട്. അവർ 3 കാര്യങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത്. അത് വളരെ പരമപ്രധാനവുമാണ്. അവർ പറയുന്നത് കോൺകർ, കീഴടക്കുക; 2 എക്സ്പെൽ, അവിടെയുള്ള ഫലസ്തീനികളെ പുറത്താക്കുക; 3 സെറ്റിൽമെൻറ്റ്, അവിടെ ജൂത സെറ്റിൽമെൻറ്റ് ഉണ്ടാക്കുക. അപ്പോൾ കോൺകർ, എക്സ്പെൽ, സെറ്റിൽമെൻറ്റ്, ഈ 3 ആവശ്യങ്ങൾ ശക്തമായി ഉന്നയിച്ചുകൊണ്ട് സമ്മർദ്ദം ചെലുത്തുകയാണ് ഈ തീവ്ര സയനിസ്റ്റ് കക്ഷികൾ. അപ്പോൾ ഇതോടൊപ്പം ഈ അധികാരം നിലനിർത്തുന്നതിന് വേണ്ടി ബെഞ്ചമിൻ നെതന്യാഹു നടത്തുന്ന ഇത്തരം കളികളും അതിൻ്റെ ഭാഗമായിട്ടുള്ള അതിക്രമങ്ങളെയും ഒരുപക്ഷെ ട്രംപിനെ നമ്മൾ എല്ലാ തരത്തിലും വിമർശിക്കുന്നുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ ട്രംപ് ശരിയായ നിലയിൽ ബെഞ്ചമിൻ നെതന്യാഹുവിനെ വിമർശിക്കാനും കൂടെ തയ്യാറായിട്ടുണ്ട്. ഇത്തരം ഘടകങ്ങളെല്ലാം പരിശോധിക്കുമ്പോൾ ഈ യുദ്ധം ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരിക്കലും അവിടെ 23 നേരത്തെ പറഞ്ഞ ജെഫ്രി സാക്സ് എന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട എക്കണോമിസ്റ്റ് പച്ചത്തെറി എന്ന് പറഞ്ഞാൽ ഡാർക്ക് ഡീപ്പ് സൺ ഓഫ് എ ഡാഷ്, നമുക്ക് പറയാൻ പറ്റാത്ത തെറി, പച്ചത്തെറി പറയുന്ന ഒരു വീഡിയോ ആണ് ഈ ട്രൂത്ത് സോഷ്യൽ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ ട്രംപ് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ എത്രത്തോളം റിഫ്റ്റ് അവിടെയുണ്ട്, ഞാൻ അങ്ങനെയൊക്കെ എത്താം. സാർ ഷാബു പ്രസാദ്, ഇവിടെ ഈ ടൈംസ് ഓഫ് ഇസ്രായേൽ എന്ന് പറയുന്നതും ഹാരറ്റ്സുമാണല്ലോ നമ്മൾ അവിടെ സംഭവിക്കുന്ന പ്രധാനമായും നമ്മൾ റെഫർ ചെയ്യുന്നത്. അതിൽ ടൈംസ് ഓഫ് ഇസ്രായേൽ ഡേവിഡ് കെ റീസ് എന്ന് പറയുന്ന ഒരു അമേരിക്കൻ ഇസ്രായേൽ ഒരു സൈദ്ധാന്തികൻ എഴുതുന്ന വ്ളോഗുണ്ട്. ആ വ്ളോഗിൽ മിനിഞ്ഞാന്ന് റൈസ് എഴുതുന്നത് ഫോർ ദ ഫസ്റ്റ് ടൈം ഇസ്രായേൽ ജസ്റ്റ് ലോസ്റ്റ് എ വാർ എന്നാണ് പറയുന്നത്. ഇത് ചരിത്രത്തിലാദ്യമായി ഇസ്രായേൽ ഒരു യുദ്ധത്തിൽ പരാജയപ്പെടുന്നു എന്നാണ് ഡേവിഡ് കെ റീസ്, ഇസ്രായേൽ അനുഭവമുള്ള ഡേവിഡ് കെ റീസ് എഴുതുന്നത്. അവിടുത്തെ ബെൻഗിവർ പറയുന്നത് ഇത് റെക്ലസ് കരാർ ആണെന്നുള്ളതാണ്. ബെൻഗിവറും സ്ട്രോക്കച്ചും എന്താണ് ഈ കരാറിൽ ഒപ്പിടുകയാണെങ്കിൽ പിന്തുണ പിൻവലിക്കും, നെതന്യാഹുവിനെ വലിച്ച് താഴെയിടും എന്ന് പറയുന്നു. അവിടുത്തെ പ്രതിപക്ഷം അല്ല, വേണ്ട, ഞങ്ങൾ പിന്തുണ എന്നോളാം എന്ന് പറയുന്നു. അവിടെ ഒരു വിഭാഗം ഇത് ഇസ്രായേലിൽ നിൽക്കുന്ന കനത്ത പരാജയമാണ് ഈ കരാറിലേക്ക് പോകുന്നത് എന്ന വ്യാപക വിമർശനം. ഷാബു പ്രസാദ്, ആലോചിച്ച് നോക്കൂ, ഈ ഗസ എന്ന് പറയുന്നത് 40 കിലോമീറ്റർ നീളവും ഏതാണ്ട് 10-16 കിലോമീറ്റർ വീതിയുമുള്ള ഒരു ചെറിയ സ്ഥലമാണ്. അവിടെ ഇസ്രായേൽ എന്ന് പറയുന്ന സൈനികമായി മൈറ്റുള്ള ഒരു രാജ്യം ഇപ്പോൾ 1.5 വർഷങ്ങൾ 80,000 ടൺ കൊണ്ട് അവിടെ മറിക്കുന്നു. അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ അതിന് സമ്പൂർണ്ണ സപ്പോർട്ടുമായി സകല ആയുധങ്ങളും നൽകുന്നു. IDF എന്ന് പറയുന്ന ഒരു വലിയ സൈനിക സന്നാഹം, മൊസാദ് എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും വലിയ രഹസ്യാന്വേഷണ വിഭാഗം എന്ന് പറയുന്ന സംവിധാനം പ്രവർത്തിക്കുന്നു. എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ കരാർ ഇസ്രായേലിൻ്റെ പരാജയമാണ് എന്ന് അവിടെയുള്ള മാധ്യമങ്ങൾക്ക് തന്നെ പറയേണ്ടി വരുന്നത്? ഷാബു. ഹാഷ്മി, ഇസ്രായേല് ഇപ്പം നമ്മുടെ നാടിനെ പോലെ, ഭാരതത്തിനെ പോലെ തന്നെ ഒരു എല്ലാ അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളുമുള്ള ഒരു ജനാധിപത്യ രാജ്യമാണ്. അങ്ങനെ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള, സ്വതന്ത്ര ചിന്തകളുള്ള, വിവിധ അഭിപ്രായങ്ങളുള്ള ഒരു രാജ്യത്ത് തീർച്ചയായും വിവിധ അഭിപ്രായങ്ങളും വിവിധ വ്യാഖ്യാനങ്ങളും വിമർശനങ്ങളും എല്ലാം ഉണ്ടാകും. സ്വാഭാവികമല്ലേ, നമ്മുടെ രാജ്യത്തില്ലേ. നിങ്ങളിപ്പം ഇവിടെ കാണിച്ച വീഡിയോയിൽ അമേരിക്കയിൽ എന്താ നടന്നത്, അമേരിക്കയിൽ ആന്റണി ബ്ലിങ്കൻ്റെ പത്രസമ്മേളനത്തിൽ നടക്കുന്ന, അതൊക്കെ ജനാധിപത്യ രാജ്യങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളാണ്. വളരെ ജനാധിപത്യത്തിൻ്റെ ഒരു മനോഹാരിതയും കൂടിയാണ് അതൊക്കെ. അങ്ങനെയുള്ള അഭിപ്രായ പ്രകടനങ്ങൾക്കും ഉണ്ട് എന്നുള്ള കാര്യം അതവിടെ നിൽക്കട്ടെ. അത് അവിടെ അതിൻ്റേതായ രീതിയിൽ ഓരോരുത്തർ അവരവരുടെ വ്യൂ അവിടെ അവതരിപ്പിക്കുന്നു, അതവിടെ നിൽക്കട്ടെ. പിന്നെ ഇസ്രായേൽ ഇതിൻ്റെ അകത്ത് പരാജയപ്പെട്ടു എന്ന ഒരു നറേറ്റീവ് സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ശരി, അതിൻ്റേതായ രാഷ്ട്രീയ താല്പര്യങ്ങളുമുണ്ട്, ഞാനത് മനസ്സിലാക്കുന്നു. എന്തായിരുന്നു ഇസ്രായേൽ എന്ന് ഈ യുദ്ധം തുടങ്ങുമ്പോൾ
അന്നും നമ്മൾ ഒരുമിച്ച് ചർച്ചയ്ക്കിരുന്നതാണത്. അതായത് ഹമാസിനെ ഇല്ലാതാക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഹമാസ് കാരണം, ഹമാസ് പോലുള്ള ഒരു ഭീകരപ്രസ്ഥാനം കാരണം ഇസ്രയേൽ എന്ന ചെറിയ രാജ്യത്തിൻ്റെ മുകളിൽ ഉള്ള ഒരു ഭീഷണി, ആ ഒരു നിലനിൽപ്പിൻ്റെ പ്രശ്നം, ആ പ്രശ്നം ഇല്ലാതാക്കും എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. ഇതിപ്പം ഹമാസിനെ ഫിസിക്കലി പൂർണ്ണമായും വൈപ്പ് ഔട്ട് ചെയ്തോ ഇല്ലയോ എന്നുള്ളതല്ല അവിടുത്തെ വിഷയം. ഹമാസിനെ കൊണ്ടുള്ള ഭീഷണി, ഇസ്രായേലിന് മേളിലുള്ള ഭീഷണി അന്ന് 2023 അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ആലങ്കാരികമായി പറഞ്ഞതല്ല ഇസ്രായേൽ. വൈപ്പ് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ബൈബിൾ എന്താണ് ഈ പറയുന്ന അവിടുത്തെ ഹീബ്രു ബൈബിളിലെ ഒരു കഥാപാത്രത്തെ എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് അവരോട് ചെയ്തതുപോലെ ചെയ്യൂ എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ അവിടുത്തെ ആണും പെണ്ണും അവിടുത്തെ കാറ്റിൽസ് അവിടുത്തെ മരങ്ങളടക്കം സർവ്വതും നശിപ്പിച്ചു വരൂ എന്നാണ് ആശീർവദിച്ചത്. രണ്ടാമത്തെ കാര്യം എന്താണ്? രണ്ടാമത്തെ കാര്യം ബന്ദികളെ മോചിപ്പിക്കുമെന്ന് പറഞ്ഞു. ആലോചിച്ച് നോക്കൂ ഷാബു പ്രസാദ്, നോക്കൂ, ഇത്രയും മൈറ്റായിട്ടുള്ള ഇത്രയധികം രഹസ്യാന്വേഷണ സംവിധാനമുള്ള ഒരു രാജ്യത്തിന് അവരുടെ ബന്ദികളെ മോചിപ്പിക്കാൻ കഴിഞ്ഞോ? എത്ര പേരെ അവർ മോചിപ്പിച്ചു? അവർ പരമാവധി 3 പേരെ മോചിപ്പിച്ചു അവരുടെ സൈനിക മൈറ്റിൽ കൂടെ. ഇപ്പോൾ 33 ബന്ദികൾക്ക് പകരം കൊടുക്കേണ്ടി വരുന്ന എത്രയാണ്? 1000-ഓളം പലസ്തീനിയൻ തടവുകാരെയാണ്. എങ്ങനെയാണ് അതിനെ വിജയമെന്ന് വ്യാഖ്യാനിക്കുക ഷാബു? പറയുന്നേക്കൂ, ഇടപെടല്ലേ ഹഷ്മി, ഞാൻ പറയുന്നത് ഇസ്രയേൽ എന്ന് പറയുന്ന ആ രാജ്യത്തിൻ്റെ താല്പര്യം എന്താണ്? അവർക്ക് നിലനിൽപ്പ്, എക്സിസ്റ്റൻസ് എന്നുള്ളത് അവരുടെ ബേസിക് ആയിട്ടുള്ള ഏതൊരു സമൂഹത്തിൻ്റെയും അടിസ്ഥാനപരമായ അവകാശമാണത്. ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യത്തിനെ അംഗീകരിക്കില്ല, അവരെ ഈ ഭൂമിക്ക് മുകളിൽ വെച്ചുകൊണ്ടിരിക്കാൻ അനുവദിക്കില്ല, അവരെ എങ്ങനെയും തകർക്കും, അവർക്ക് ചെയ്യാൻ പറ്റുന്ന ദ്രോഹങ്ങളെല്ലാം ചെയ്യും എന്ന ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകളാണ് ഇവരെല്ലാവരും. ആ ഭീകര സംഘടനകളുടെ ആ കഴിവിനെ ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ ലക്ഷ്യങ്ങളെ അവർക്ക് അത് ചെയ്യാനുള്ള ആ കേപ്പബിലിറ്റി ഇല്ലാതാക്കുക എന്ന് പറയുന്നത് അത് തന്നെയുള്ളൂ ഇസ്രായേലിൻ്റെ ലക്ഷ്യം. അതായത് ഇവരുടെ മേലുള്ള ഭീഷണി ഉണ്ടാവരുത്. ഇസ്രായേൽ അവർ പല പ്രാവശ്യം ആവർത്തി വളരെ ഓപ്പണായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, പറയുന്നത് കേൾക്കൂ, അവർ ആയുധം താഴെ വെച്ചാൽ ഇവിടെ സമാധാനമുണ്ടാകും, ഞങ്ങൾ ആയുധം താഴെ വെച്ചാൽ പിന്നെ ഞങ്ങളിവിടെ ഉണ്ടാവില്ല. ഇനിയും ഈ ഹമാസിനെ കൊണ്ടുള്ള ആ കേപ്പബിലിറ്റി, ഹമാസ് ഇസ്രായേലിന് മുകളിൽ ഇനിയും ആക്രമണം നടത്താനുള്ള ഒരു കേപ്പബിലിറ്റി ഇല്ലാതാക്കി എന്ന് തന്നെ വേണം നമ്മളിപ്പോൾ മനസ്സിലാക്കാൻ. വാൾ സ്ട്രീറ്റ് ജേണലിൽ വന്ന ഒരു ലേഖനം ഞാൻ വായിക്കാം. എന്ന് പറഞ്ഞാൽ ഇത് ഏതെങ്കിലും എന്താണ് പലസ്തീൻ അനുകൂലം എഴുതുന്നല്ലോ കേട്ടോ. വാൾ സ്ട്രീറ്റ് ജേണലിൽ പറയുന്ന ഒരു ലേഖനത്തിൽ എന്താണ് എഴുതിയിട്ടുള്ള അനാറ്റ് പലേറ്റ് ആൻഡ് റോറി ജെയിൻസ് എഴുതിയ ലേഖനത്തിൽ പറഞ്ഞ ഹമാസ് ഹാസ് അനദർ സിൻവാർ ആൻഡ് ഹീ ഈസ് റീബിൽഡിംഗ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന സിൻവർ എന്ന് പറയുന്ന അവരുടെ തലവനെ കൊന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഇളയ സഹോദരൻ മുഹമ്മദ് സിൻവാർ അതിൻ്റെ നേതൃത്വം ഏറ്റെടുക്കുകയും ആ ലേഖനത്തിൽ പറയുന്ന ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിൻ്റെ മുൻ ബ്രിഗേഡിയറിൻ്റെ വാക്കുകൾ പറയുന്നുണ്ട്. ഇങ്ങനെ പറയുന്നത്, വി ആർ ഇൻ എ സിറ്റുവേഷൻ വെയർ ദ പേസ് അറ്റ് വിച്ച് ഹമാസ് ഈസ് റീബിൽഡിംഗ് ഇറ്റ്സെൽഫ് ഈസ് ഹയർ ദാൻ ദ പേസ് ദാറ്റ് IDF ഈസ് ഇറാഡിക്കേറ്റിംഗ് ദം എന്ന് പറഞ്ഞാൽ IDF പോയി ഹമാസിൻ്റെ പ്രവർത്തകരെ കൊല്ലുന്നതിനേക്കാൾ വേഗത്തിൽ ഈ സിൻവറിൻ്റെ ഏറ്റവും ഇളയ സഹോദരൻ മുഹമ്മദ് സിൻവാർ ഹമാസിനെ റീബിൽഡ് ചെയ്യുകയാണ് എന്ന് പറയുന്നത് മറ്റാരുമല്ല, ഇസ്രായേലിലെ തന്നെ അവരുടെ ഡിഫൻസ് ബ്രിഗേഡിയർ ജനറൽ ആയിരുന്ന ഒരാൾ പറയുകയാണ്. എവിടെ കേപ്പബിലിറ്റി തകർത്തു എന്നാണ് പറയുന്നത്? ഹാഷ്മി ഓരോരുത്തർ അവരവരുടേതായ അഭിപ്രായങ്ങളും അവരോരുത്തരുടെയും വ്യൂ അവതരിപ്പിക്കുന്നു. ഇസ്രായേല് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു അസസ്മെൻ്റ് ഉണ്ട്. ആ അസസ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ നിഗമനങ്ങളിലെത്തുന്നത്, അവർ തീരുമാനങ്ങളിലെത്തുന്നത്. പിന്നെ താങ്കൾ പറഞ്ഞു ഇവിടെ ഈ ബന്ദികളെ മോചിപ്പിക്കുന്നതിൻ്റെ കാര്യം. ഇത്രയും വലിയ മിലിറ്ററി മൈറ്റുള്ള മൊസാദ് കയ്യിലുള്ള അവർക്ക് ബന്ദികളെ മോചിപ്പിക്കാൻ കഴിഞ്ഞോ? ബന്ദികളെ ജീവനോടെ അവർക്ക് പറ്റുമായിരുന്നു. അവിടെ കയറി അടിച്ച് തകർത്ത് എല്ലാം ചെയ്തിരുന്നെങ്കിൽ ആ ബന്ദികൾ ജീവനോടെ ഉണ്ടാവില്ല. ബന്ദികളെ ജീവനോടെ ലഭിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനം. ആ ബന്ദികളെ ജീവനോടെ ലഭിക്കണ്ട, അങ്ങനെയായിരുന്നുവെങ്കിൽ അവർക്ക് എപ്പോഴോ അത് സാധിക്കുമായിരുന്നു. ബന്ദികൾ കൊല്ലപ്പെടുന്നത്. ഷാബു പ്രസാദ്, നമ്മൾ ഒരു യുദ്ധം പ്രഖ്യാപിച്ചു. ഞാൻ തുടക്കത്തിൽ പറയുന്ന ഒരു യുദ്ധത്തിൽ വിജയികളും പരാജിതരും ഇല്ല, എല്ലാം അതിൻ്റെ എൻഡ് കബന്ധങ്ങളും സങ്കടങ്ങളും മാത്രമേ ഉള്ളൂ എന്നതാണ് നമ്മുടെ ഒരു ഹ്യൂമാനിറ്റേറിയൻ പക്ഷമെങ്കിലും ഒരു രാജ്യത്തിന് അങ്ങനെ കരുതാൻ കഴിയില്ലല്ലോ. ഒരു രാജ്യത്തൊരു യുദ്ധം പ്രഖ്യാപിക്കുമ്പോൾ അവർ രാഷ്ട്രീയമായും സൈനികമായും ലക്ഷ്യങ്ങൾ പ്രഖ്യാപിക്കും അല്ലേ? ഇവർ പ്രഖ്യാപിച്ച രാഷ്ട്രീയ ലക്ഷ്യവും സൈനിക ലക്ഷ്യവുമായിരുന്നു ഈ പറയുന്ന ഹമാസിൻ്റെ 100% ഉന്മൂലനം.
അന്ന് തന്നെ സിഡ്നിയെ പോലെയുള്ളവർ ഇവിടെയും അതല്ലാതെയുള്ളവർ പറയും ഹമാസ് എന്ന് പറഞ്ഞ ആശയമാണ്, അതിനെ അത്തരത്തിൽ ഇറാഡിക്കേറ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ നെതന്യാഹു പറഞ്ഞത് ഫിനിഷ് ചെയ്യും, അവിടെ ബാരൻ ഗാസയിലെ ആൾക്കാരെ മുഴുവൻ ഒഴിപ്പിക്കും എന്നൊക്കെയായിരുന്നു പ്രഖ്യാപനം. അവരുടെ ഈ പറയുന്ന പ്രഖ്യാപനങ്ങളിൽ സൈനിക പ്രഖ്യാപനം ഒന്നായിരുന്നു, ബന്ദികളെ നമ്മൾ സൈനികമായി മോചിപ്പിക്കും. എൻ്റെ ചോദ്യം ഇത്രയും മൈറ്റുള്ള ഇസ്രായേലിന് അവർ ഈ ബന്ദികൾ ഈ പറയുന്ന 40 കിലോമീറ്റർ നീളത്തിൽ 15 കിലോമീറ്റർ വീതിയിലുള്ള ഈ ചെറിയ സ്ഥലത്ത് എവിടെയെന്ന് പോലും കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് പരാജയമല്ലേ ഷാബു? ഹാഷ്മി, ബന്ദികൾ എവിടെയാണ് ഉള്ളത് എന്നിവർക്കറിയാം. പക്ഷേ അവിടേക്ക് ഒരു മിലിറ്ററി മിലിറ്ററി ഫോഴ്സുമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ആ ബന്ദികൾ കൊല്ലപ്പെടും. കാര്യം യാതൊരു സംശയവുമില്ലാതെ ബന്ദികൾ കൊല്ലപ്പെടാതിരിക്കുക എന്നുള്ളത് ഇതിൻ്റെ അകത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഹമാസ് നാളെ ഇവിടെ ഉണ്ടെന്നിരിക്കട്ടെ, ഹമാസ് നിലനിന്നു എന്നിരിക്കട്ടെ, ആ ഹമാസിനെ കൊണ്ട് അവർക്ക് ശല്യമൊന്നും ഇല്ലെങ്കിൽ ഈ ഹമാസ് എന്ത് ചെയ്താലും അവർക്ക് പ്രശ്നമൊന്നുമില്ല. അവരിൽ നിന്നുള്ള ഭീഷണി, ഹമാസ് ഈ ഇസ്രായേലിന് നാളെ ഒരു ഭീഷണിയാകില്ല എന്നുറപ്പുണ്ടെങ്കിൽ, ആ ഒരു ഉറപ്പ് അവർ വരുത്തിയിട്ടുണ്ട് എന്നൊരു തോന്നൽ അവർക്കുണ്ടെങ്കിൽ അവർ ഹമാസ് നിലനിൽക്കുവോ ഇല്ലാതാവുമോ എന്ത് വേണേൽ ചെയ്തോട്ടെ, അത് അവരുടെ വിഷയമേ അല്ല. ഹമാസിൽ നിന്നുള്ള ഒരു രാജ്യമായി ഒരു സമൂഹമായി അവർക്ക് നിലനിൽക്കാനുള്ള ഒരു അവകാശമുണ്ട്. ആ അവകാശത്തിന് മേളിൽ വരുന്ന ഭീഷണിയെ അവർ ഇല്ലാതാക്കും. അതാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. അതാണ് നോക്കൂ, ഈ സൈനികമായി കരുത്തരായ ഒരു വലിയ അച്ചുതണ്ടാണ് ഇസ്രായേലിനൊപ്പം നിന്നല്ലേ. അവർക്ക് കിട്ടാവുന്ന ആയുധങ്ങളുടെ ഇപ്പോൾ തെർമോ ബാർബാറിക് ബോംബടക്കം, ഏറ്റവും ഒടുവിൽ ഗാസ ആരോഗ്യ വിഭാഗം പറഞ്ഞത് ശരീരഭാഗങ്ങൾ വേപ്പറൈസ് ചെയ്ത് പോകുന്ന, ആവിയായി പോകുന്ന 1700 ചില്ലുവാനം ആൾക്കാരുടെ മൃതദേഹങ്ങൾ അവശിഷ്ടങ്ങൾ ബാക്കിയാവാതെ ആവിയായി പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ നോക്കൂ, എന്തോ അജ്ഞാതമായ ഏറ്റവും നൂതനമായ ബോംബ് അവിടെ ഉപയോഗിച്ചിട്ട് എല്ലാം ചെയ്തിട്ട് ആരുമായിട്ടാണ് ഡീലുണ്ടാക്കുന്നത് ഈ ഹമാസുമായിട്ടാണ്. ഡീലുണ്ടാക്കുന്നത് ഞങ്ങൾ ഉന്മൂലനം ചെയ്യും എന്ന് പ്രഖ്യാപിച്ച് ഹമാസുമായി ഡീലുണ്ടാക്കുകയാണ് ഇസ്രായേൽ. അതെന്തൊരു നാണക്കേടാണ് ഷാബു. അല്ല, അപ്പോൾ ഒരു കാര്യമുണ്ട്. അപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്ന 20-24 ലക്ഷം ജനങ്ങളിൽ 10-46,000 ആൾക്കാർ കൊല്ലപ്പെട്ടു. ബാക്കിയുള്ള 23,50,000 പേരെയും കൂടി ഇസ്രായേൽ വൈപ്പ് ഔട്ട് ചെയ്ത് കംപ്ലീറ്റ് ബന്ദികൾക്ക് എന്ത് സംഭവിച്ചാലും പ്രശ്നമില്ല. അങ്ങനെ പൂർണ്ണമായും ആ പ്രദേശം 20 കിലോമീറ്റർ നീളവും 8 കിലോമീറ്റർ വീതിയുമുള്ള ആ ഒരു സ്ക്വയർ പ്രദേശത്തെ പൂർണ്ണമായും ചാരമാക്കണമായിരുന്നു ഇസ്രായേൽ. എങ്കിലേ ഇസ്രായേലിനെ വിജയിക്കാൻ സാധിച്ചു എന്ന് പറയാൻ പറ്റുകയുള്ളൂ എന്നാണോ ഹാഷ്മി ഇവിടെ പറയുന്നത്? അല്ല, അറ്റ്ലീസ്റ്റ് ചുരുങ്ങിയ പക്ഷം അവരുടെ ബന്ദികളെ ജീവനോടെ മോചിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് അവരുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ സാധൂകരിച്ചെന്ന് പറയാമായിരുന്നു. അതെ, ഞാൻ പറഞ്ഞല്ലോ, അതായത് ഒരു ഭീകര സംഘടനയുടെ അല്ലെങ്കിൽ അവരുടെ കസ്റ്റഡിയിൽ ഇരിക്കുന്ന ബന്ദികളെ ജീവനോടെ മോചിപ്പിക്കുക, സൈനിക ശക്തി ഉപയോഗിച്ചുകൊണ്ട് ജീവനോടെ മോചിപ്പിക്കുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് നിയർ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണത്. പണ്ട് ഇസ്രായേൽ അത് ചെയ്തിട്ടുണ്ട്. അവർ ഇവിടേക്ക് എൻഡബയിലേക്ക് അവരുടെ ഒരു വിമാനം തട്ടിക്കൊണ്ടുപോയി ബന്ദികളെ അവിടെ വെച്ചപ്പോൾ, ബന്ദികളെ തടവിൽ വെച്ച് വിലപേശിയപ്പോൾ ഇസ്രായേലിൽ നിന്ന് സൈനിക വിമാനങ്ങൾ പോയി അവരെ മോചിപ്പിച്ചിട്ടുണ്ട്. എങ്കിലും ആ ഓപ്പറേഷനിലും 2 ബന്ദികൾ മരിച്ചിരുന്നു. കാര്യം ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട റിട്ടയർഡ് കേണൽ എസ് ഡിന്നിക്കൊക്കെ സൈനിക ഓപ്പറേഷൻ എങ്ങനെയാണെന്നുള്ളത് വ്യക്തമായിട്ട് അറിയാം. നിരപരാധികളായ ബന്ദികളെ, സാധാരണക്കാരായ ബന്ദികളെ കയ്യിൽ വെച്ചുകൊണ്ട് വിലപേശുന്നിടത്ത് ഉള്ള സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെയാണത്. കാര്യം അങ്ങനെ ഒരു ഹിസ്റ്ററി ഉള്ള ഇസ്രായേൽ, അതുകൊണ്ട് തന്നെ അവരുടെ മിലിറ്ററി പവർ ഉപയോഗിച്ചുകൊണ്ട് ആ ബന്ദികൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് കയറി കഴിഞ്ഞാൽ ഒരു സംശയവുമില്ല, ബന്ദികൾ ആ നിമിഷം കൊല്ലപ്പെടും എന്നുള്ള കാര്യത്തിൽ. സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടി ആ സിറ്റുവേഷൻ ഒഴിവാക്കണ്ടേ? ഞാൻ പറയുന്നത് ആ ബന്ദികളെ മോചിപ്പിക്കുമെന്ന് രാഷ്ട്രീയ ലക്ഷ്യം പ്രഖ്യാപിച്ചതാണ്. ആ ബന്ദികളെ നമ്മൾ ജീവനോടെ മോചിപ്പിക്കുമെന്ന് രാജ്യം രാഷ്ട്രീയ ലക്ഷ്യമായി പ്രഖ്യാപിച്ചതാണ് അല്ലേ? ഇസ്രായേലിന് ഒരു യുദ്ധത്തിൽ നിങ്ങൾ ഈ പറയുന്നത് തന്നെ 2 ഭാഗത്തും നഷ്ടങ്ങളുണ്ടാകും. എന്റെ സ്ഥാനം നഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ. എന്റെ സ്ഥാനം നഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. അല്ല, അതിപ്പോൾ ഒരു കാര്യമുണ്ട്. ഓരോരുത്തരുടെ കാഴ്ചപ്പാടനുസരിച്ച് അവരവർക്ക് തൃപ്തി തോന്നുന്ന, അവരവർക്ക് ആശ്വാസം തോന്നുന്ന നിഗമനങ്ങളിൽ എത്താൻ എനിക്കും അവകാശമുണ്ട്, ഹാഷ്മിക്കും അവകാശമുണ്ട്. യുദ്ധങ്ങളിൽ നഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ, മനുഷ്യന്റെ സങ്കടങ്ങൾ മാത്രമേ ഉള്ളൂ, വേദന മാത്രമേ ഉള്ളൂ. അതിന്റെ സ്റ്റാൻഡാണ് സാർ. എനിക്ക് ഏതെങ്കിലും തരത്തിൽ ആനന്ദം കണ്ടെത്താൻ കഴിയാറില്ല. ഞാനൊരു യുദ്ധപ്രേമിയൊന്നുമല്ല.
പക്ഷേ നമ്മുടെ മുമ്പിൽ ഒരു 10-70 വർഷം മുമ്പ് നടന്ന 2ാം ലോകമഹായുദ്ധത്തിൻ്റെ ഒരു ചരിത്രമുണ്ട്. ആ യുദ്ധത്തിൽ ഈ സഖ്യശക്തികൾ വിജയിച്ചില്ലായിരുന്നു എങ്കിൽ ഈ ലോകത്തിൻ്റെ ഗതി എന്താകുമായിരുന്നു എന്ന് വെറുതെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഹിറ്റ്ലർ അടങ്ങുന്ന അച്ചുതണ്ട് ശക്തികളായിരുന്നു ആ യുദ്ധത്തിൽ വിജയിച്ചിരുന്നതെങ്കിൽ ഈ ലോകം ഇങ്ങനെയൊന്നും ആവില്ലായിരുന്നു ഹാഷ്മി. അതുകൊണ്ട് യുദ്ധത്തിൽ വിജയവും പരാജയവും ഉണ്ട്. ഞാൻ പറയുന്നത് വേറൊരു പക്ഷത്ത് ലോകം പിന്നീട് മാറുക തന്നെ ചെയ്യും. ശരി, താങ്കൾ പറഞ്ഞ വേറൊരു കാഴ്ചപ്പാടിനാണ് ഞാൻ സംസാരിക്കുന്ന മറ്റൊരു കാഴ്ചപ്പാടിന്, അതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. ഓക്കെ, ബ്രിഗേഡിയർ ശ്രീ മോഹൻ പിള്ള, ഇവിടെ കോമ്രേഡ് ഖാലിദ ജറാർ എന്ന് പറയുന്ന 61 വയസ്സാണ് PFLP-യുടെ അവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ അവിടുത്തെ MP ആണ്, പ്രധാനപ്പെട്ട നേതാവടക്കം കുറേയധികം രാഷ്ട്രീയ തടവുകാർ കൂടി, ഹമാസിൻ്റെ നേതാക്കളും പ്രവർത്തകരും അടക്കം, അവിടെ വലിയ കുറ്റം ചുമത്തപ്പെട്ട ആൾക്കാരടക്കം ഏകദേശം 1000-ഓളം പേർ ഈ നാളെ ഉച്ചയാകുമ്പോഴേക്കും ആദ്യഘട്ടത്തിൻ്റെ ഭാഗം മോചിതമാവുകയാണ്. 33 ബന്ദികൾക്ക് പകരമാണ് ഏതാണ്ട് 800-ഓളം പലസ്തീൻ, അതിലൊരുപാട് കുട്ടികളുണ്ട്, ഒരുപാട് സ്ത്രീകളൊക്കെ ഉണ്ട്. കുട്ടികളൊക്കെ എന്ത് കുറ്റം ചെയ്ത് പിടിച്ചോളൂ എന്ന് അറിഞ്ഞുകൂടാ. അത്തരം പേരെ മോചിപ്പിക്കുകയാണ്. നേരത്തെ ഒരു ഇസ്രായേൽ സൈനികന് പകരമായി 100 ചില്ലുവാനം പലസ്തീൻ പ്രസിഡന്റിനെ വിട്ടേക്കേണ്ടി വന്ന ഒരു ചരിത്രം ഇസ്രായേലിനുണ്ട്. എൻ്റെ ചോദ്യം, 1.5 വർഷത്തെ യുദ്ധം, ആ യുദ്ധത്തിൽ ഇസ്രായേലിന് കിട്ടാത്തത് എന്താണ്? ഇസ്രായേലിന് കിട്ടാത്ത ആയുധങ്ങൾ എന്താണ്? ഇസ്രായേലിന് കിട്ടാത്ത സപ്പോർട്ട് എവിടെയാണ്? ഇസ്രായേലിനില്ലാത്ത ഇൻഫ്രാസ്ട്രക്ചർ എന്താണ്? ഇസ്രായേൽ പോലെ ഈ പറയുന്ന സർവൈലൻസിൽ ഇത്രയും മികച്ചൊരു രാഷ്ട്രത്തിന് അവരുടെ ബന്ദികളെ മോചിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്ന ചരിത്രത്തിലേക്കുള്ള നാണക്കേടല്ലേ ബ്രിഗേഡിയർ മോഹൻ പിള്ള? ഹാഷ്മി, അതിനകത്ത് ആ ഒരു ആംഗിളിൽ മാത്രം വെച്ച് നമുക്ക് വിലപേശാൻ പറ്റില്ല. ഞാൻ എല്ലാ ചർച്ചകളിലും പറയുന്ന മാതിരി, അതായത് ഏതാണ്ടൊരു 1.5 വർഷത്തോളം ആവുന്നല്ലോ. ആ സമയത്ത് സ്റ്റാർട്ടിങ്ങിൽ വളരെയധികം എക്സ്പേർട്സുകൾ വന്ന്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ടും ലോകരാജ്യങ്ങളെക്കുറിച്ചും യുദ്ധങ്ങളെക്കുറിച്ചും ഒക്കെ കൂടുതൽ ഇതുള്ള ആൾക്കാരെല്ലാവരും പറഞ്ഞു ഇത് ഒരാഴ്ച അല്ലെങ്കിൽ 1 മാസത്തിൽ കൂടുതൽ നീണ്ടു നിൽക്കില്ല. അപ്പോഴും നമ്മൾ, ഐ തിങ്ക് കേണൽ ഡെന്നി ഈസ് ഓൾസോ സെഡ് ദാറ്റ് ഓക്കെ ഇറ്റ് വിൽ ഇത് ഇൻക്രീസ് ആയി പോകും എന്നുള്ള രീതിയിലാണ്. ഐ തിങ്ക് ഹി ഓൾസോ ജോയിൻഡ് ഉക്രൈൻ്റെ മാതിരി തന്നെ ഇത് നീണ്ടുപോകും എന്നുള്ള ഒരു കാര്യത്തിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ കമ്പയർ ചെയ്തപ്പോൾ ഞാൻ ആദ്യം മുതൽ തന്നെ പറഞ്ഞ ഒരു കാര്യം, ഈ യുദ്ധത്തിനെ 2 രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം എന്ന് പറയാൻ ഒരിക്കലും പറ്റില്ല. ഏത് ഫോഴ്സുമായിട്ടാണ് ഈ ലോകത്തിലെ നമ്പർ 1 ഫോഴ്സ് ഫൈറ്റ് ചെയ്യുന്നത്? ഇവിടെ നമുക്കൊരിക്കലും ഇസ്രയേലി ഫോഴ്സ് എന്ന് പറയാൻ പറ്റില്ല. ബിക്കോസ് ഇസ്രയേലി ഫോഴ്സ് ഈസ് ദ പപ്പറ്റ് ഫോഴ്സ് അണ്ടർ ദി കൺട്രോൾ ഓഫ് US ഫോഴ്സ്. US-ൻ്റെ കൺട്രോൾ, എവറിത്തിങ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ US. അപ്പം ഇസ്രയേലിന് എന്തെങ്കിലും ഒരു വീക്ക്നെസ് വരുന്നു എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ മദർഷിപ്പ് നിയർ ബൈ പ്ലേസിൽ നങ്കൂരവിടുവാണ്. ആ ഒരു ആംഗിളിൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു നാണക്കേട്, അതായത് അതിനകത്ത് 3B എന്നാണ് പറയുന്നത്. ഈ 3B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലിങ്കൺ, ബൈഡൻ ആൻഡ് ബെന്യാമിൻ. അപ്പം അവരെയാണ് ഇൻ കേസ് ഈ യുദ്ധമായിട്ട് കണ്ട് അതിശക്തമായ രീതിയിൽ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷനിലെ സെക്യൂരിറ്റി കൗൺസിൽ ശരിക്കുമുള്ള അവരുടെ പവർ ഉപയോഗിക്കുകയാണെങ്കിൽ, വാർ ക്രൈംസിനെ ട്രയൽ ചെയ്യുകയാണെങ്കിൽ, ഇവർ 3 പേരാണ് അതിന് ആൻസറബിൾ എന്ന് പറയുന്നത്. ആ ഒരു രീതിയിലോട്ടൊന്നും ഒരിക്കലും വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. പിന്നെ ഈ പാലസ്തീനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ സർവൈവലിൻ്റെ ഇഷ്യൂ ആണ്. ഇത്രയും ബ്ലോക്കേഡ് നടത്തിയിട്ടും ഇതിനകത്ത് ഒരു ഇൻസിഡൻറ്റ് പറഞ്ഞാൽ എല്ലാവരും അതൊരു ഷോക്കായിട്ട് കാണും. കാരണം US-ൻ്റെ തന്നെ മിസൈല് ഇസ്രയേലിൽ പതിച്ചു. ഇസ്രയേലിൽ അങ്ങനെ US-ൻ്റെ മിസൈലും അതിനെക്കുറിച്ച് എൻക്വയറി വന്നപ്പോഴാണ് മീഡിയയെ ടോട്ടലി ബ്ലോക്ക് ചെയ്തു. അൽ ജസീറ പോലുള്ള മീഡിയയെ ടോട്ടലി ബ്ലോക്ക് ചെയ്തിട്ട് അത് വരാതിരിക്കാനുള്ള കാരണം. അതിനർത്ഥം എന്താണെന്ന് അറിയാമോ കാശ്മീർ? കാര്യം ഈ ഹമാസ് സസ്റ്റൈനബിലിറ്റി പഠിച്ചു. അവരുടെ ടണലിനുള്ളിൽ റീബിൽഡ് ചെയ്യാൻ പഠിച്ചു. കാര്യം ഈ അമേരിക്കൻ ബോംബാർഡ് ചെയ്യുന്ന ഇസ്രയേലിൻ്റെ മിസൈലുകളും അതുപോലെയുള്ള ബാക്കിയുള്ള എല്ലാ വെടിക്കോപ്പുകളും കളക്ട് ചെയ്തിട്ട് അത് റീയൂസ് ചെയ്യാനുള്ള ടെക്നിക്കാക്കി. കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം ഇത്രത്തോളം മെഷീനറി അല്ലെങ്കിൽ വെപ്പൺ ഒരു കാരണവശാലും അവർക്ക് പറ്റില്ല. അതാണ് അവരുടെ യുദ്ധത്തിൻ്റെ ഇത്രയും പ്രൊലോങ് ചെയ്യാനുള്ള ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, അവരുടെ തന്നെ ഒരു സീനിയർ എക്സ്പേർട്സ് പറയുന്നുണ്ടായിരുന്നു, അവരിത് കഴിഞ്ഞാൽ ഉടനെ തന്നെ കോമ്പിംഗ് ഓപ്പറേഷൻ നടത്തും. എന്താണ് ഈ കോമ്പിംഗ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് US പോലുള്ള സഖ്യകക്ഷികൾ അല്ലെങ്കിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള രാജ്യങ്ങൾ ഹെവി ബോംബാർഡ്മെൻറ്റ് നടത്തിയതിന് ശേഷം ദേ വിൽ മൂവ് ബാക്ക്, അവിടെ നിൽക്കില്ല. അപ്പോഴാണ് ഇവർ വന്ന് അവിടെ കംപ്ലീറ്റ് കോമ്പിംഗ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ തലാശി, അതായത് സെർച്ച് ചെയ്തിട്ട് അവിടെ ഇട്ടിട്ട് പോയിട്ടുള്ള
അൺയൂസ്ഡ് ആയിട്ടുള്ള ആമുനേഷനും അൺയൂസ്ഡ് ആയിട്ടുള്ള വെപ്പണും എടുത്ത് അവർ തിരിച്ച് യൂസ് ചെയ്യും. ഇതൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടെററിസ്റ്റിന്റെ ടെക്നിക്കായത്. ഏതൊരു രാജ്യത്തുമുള്ള ടെററിസ്റ്റ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു ടെക്നിക്കായത്. ഇത് അവർ മാക്സിമം ഉപയോഗിച്ചു. അത് അവരുടെ ഒരു അഡ്വാൻറ്റേജ്. രണ്ടാമത് US എന്നല്ല എൻ്റയർ വേൾഡ് അവരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. അവരുടെ റിക്രൂട്ട്മെന്റ് പോളിസി, അതായത് ഹമാസിനെ ഒന്നിനെ തകർക്കുമ്പോഴേക്കും ആ ഒരു ഐഡിയോളജിയിലല്ല, അവരുടെ റിക്രൂട്ട്മെന്റ് പോളിസി വളരെ സ്ട്രോങ് ആയിരുന്നു. കൂടുതൽ ആൾക്കാർ, അതായത് നമ്മൾ അന്നു മുതലേ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഹെവി ബോംബാർഡ്മെന്റ് നടക്കുമ്പോൾ പോലും സർവൈവൽ വീണ്ടും വരുന്നു. ഇപ്പോഴും മോസ്റ്റ് പവർഫുൾ ആയിട്ട് ഹമാസ് നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? അവരുടെ ഫയർ പവർ കുറഞ്ഞു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഇപ്പോൾ ഈ സീസ് ഫയർ വരുന്നതോടുകൂടി അവർക്ക് ആക്സിസ് ഓപ്പൺ ആകും. ഇവർക്ക് വീണ്ടും എക്യുപ്മെന്റ്സും മെഷീനറിയും ഓപ്പൺ ആയിട്ട് കിട്ടും. ഇതുവരെ ബ്ലോക്കേഡ് ആയിരുന്നു. അപ്പം ഈ സെക്കൻഡറി എടുത്ത് യൂസ് ചെയ്യുന്നതിന് പകരമായിട്ട് അവർ വീണ്ടും ഇത് തന്നെ വരും. അത് അവരുടെ ഒരു മെയിൻ സക്സസ് ആയിരുന്നു. മൂന്നാമത് അവർ ചെയ്ത ഏറ്റവും വലിയത്, അതായത് ടാക്ടിക്കലായിട്ടുള്ള അഡ്വാൻറ്റേജ് അവർക്ക് ഏറ്റവും കൂടുതൽ, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു അറ്റാക്കും ഈ ഹോസ്റ്റേജസിനെ അവർ ഇത്രയും സമയം വെച്ചോണ്ടിരുന്നു എന്നുള്ളതാണ്. ഈ ഹോസ്റ്റേജസിനെ വെച്ചോണ്ട് ഇപ്പോഴും എല്ലാവരും കാതോർത്തിരിക്കുന്ന എന്താണ്? ഞങ്ങൾ അരിച്ചുപെറുക്കി അമേരിക്ക, അല്ലെങ്കിൽ ഇവരെവിടെ, നാളെ എവിടുന്ന് വരുന്നു? ഈ ഹോസ്റ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ തീർച്ചയായിട്ടും ടെററിസ്റ്റ് ടെക്നിക്കാണത്. അവരെ മുന്നിൽ നിർത്തി ഒരു ഹോസ്റ്റേജിനെ, അമേരിക്കൻ ഹോസ്റ്റേജ് അല്ലെ ഇസ്രയേലി ഹോസ്റ്റേജിനെ മുന്നിൽ നിർത്തിയാണ് ഇവർ ഫയർ ചെയ്യുന്നത്. അല്ലെങ്കിൽ അവരുടെ ഫയർ പവർ വരുമ്പോൾ ഇവരെയാണ് മുന്നിൽ കാണിക്കുന്നത്. ഫയർ ചെയ്താൽ എന്തു പറ്റും? ഹോസ്റ്റേജ് മരിക്കും. അതൊരു മേജർ യുദ്ധതന്ത്രമായിട്ടാണ് അവർ യൂസ് ചെയ്തത്. അതുപോലെ ചില ഇൻഫർമേഷൻസ് വരുന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചില ഫ്ലാറ്റുകളിലൊക്കെ കംപ്ലീറ്റ് വയർ ചെയ്ത്, ഇലക്ട്രിക് വയറിങ്ങും നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന മാതിരി ഓരോ ആൾക്കാരെയും ബനിയനകത്തും അല്ലെങ്കിൽ ഓരോ ഇലക്ട്രിക് വയറും കണക്ട് ചെയ്ത് വെച്ചിരിക്കുക. എന്തെങ്കിലും കാണിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾ സ്വയം ഇല്ലാതാകുമെന്നുള്ള രീതിയിൽ ചുറ്റും ബോംബും വെച്ച് അവരെ ഷെൽട്ടർ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഈ ഹമാസ് എന്ന് പറയുന്ന ടെററിസ്റ്റ് ഓർഗനൈസേഷൻ. അത് അവരുടെ ഒരു രീതി, അവരുടെ സർവൈവലിന് വേണ്ടി ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അതാണ് ലോകത്ത് ആൾക്കാർ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള യാതൊരു രീതിയിലും അവർ ഡയറക്റ്റ് അമേരിക്കൻ അറ്റാക്കിൻ്റെ അല്ലെങ്കിൽ അവരുടെ ഇൻവേഷൻ്റെ ഹിസ്റ്ററി നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു ടെററിസ്റ്റ് അറ്റാക്കിനും ഡയറക്റ്റായിട്ട് US വളരെ ക്ലവറാണ്. ഡയറക്റ്റായിട്ട് അവർ ഇൻവോൾവ് ആവില്ല. മറ്റുള്ളവരെ കൊണ്ട് കളിപ്പിക്കും അവർ. ശ്രീലങ്ക തന്നെ എടുത്തോളൂ. LTTക്കെതിരായിട്ട് US ഒന്നും ചെയ്തിട്ടില്ല. അവർ സപ്പോർട്ട് ചെയ്യും. അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണ്? ടാക്ടിക്കൽ അഡ്വാൻറ്റേജ്, ഇക്കണോമിക് അഡ്വാൻറ്റേജ്. US ഉണ്ടാക്കുന്ന വെപ്പണും മെഷീനറിയും ഇവർ വാരിക്കൂട്ടും. അതുകൊണ്ട് സമ്പദ്ഘടന ആരുടെയാണ് കൂടുന്നത്? US-ന്റെ. അപ്പം ഈ ഒരു ടെക്നിക്ക് വെച്ചുകൊണ്ടാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. അത് ഈ ഹമാസ് എന്ന് പറയുന്നത് വീണ്ടും ഇതുകൊണ്ട് നമ്മൾ ലോകത്തിന് നാശമാണ്. കാരണം ഈ ടെററിസ്റ്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഈ ടെററിസം കൂടുതൽ വളരുന്നു എന്നുള്ളത് കൊണ്ട് ഏറ്റവും വലിയൊരു ഇത് നമ്മൾ കാണേണ്ടത് പശ്ചിമേഷ്യയിൽ ഈ ടെററിസ്റ്റ് ഓർഗനൈസേഷൻ്റെ റീഗ്രൂപ്പിംഗ് ഉണ്ടായി. അവിടെ ചില രാജ്യങ്ങളിലൊക്കെ അവർ മാക്സിമം ട്രൈ ചെയ്ത് ഭരണം മാറ്റി ഇത് ചെയ്തു. ബട്ട് ടെററിസത്തിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, അവിടെയുള്ള ജനിച്ചു വളർന്ന് ഒരു 4 വയസ്സ് 5 വയസ്സുള്ള കുട്ടിക്ക് പോലും എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എൻ്റെ മാമൻ അല്ലെങ്കിൽ അങ്കിള് അല്ലെങ്കിൽ എൻ്റെ സഹോദരൻ മരിച്ചു വീഴുമ്പോൾ അവൻ ഒരു കാരണവശാലും അവനെ സംബന്ധിച്ചിടത്തോളം ആരാണോ ഇതിൻ്റെ പിന്നിൽ നിന്ന് ആ ആളിൻ്റെ എതിരായിട്ടൊരു വികാരം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അതില്ലാതാക്കാതെ നമുക്ക് ഇതിനൊരു ശാശ്വതമായിട്ട് ഇന്ന ആള് ജയിച്ചു. താങ്കൾ ആദ്യം പറഞ്ഞാൽ പൊളിറ്റിക്കൽ സൊല്യൂഷൻ ആവശ്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഒടുവിൽ മുഹമ്മദ് സിൻവാറിന്റെ നേതൃത്വത്തിൽ 17,000-ഓളം പുതിയ റിക്രൂട്ടുകൾ ഹമാസ് ഇതിനോടകം രൂപപ്പെടുന്നു എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ ഹമാസിന് ഏതെങ്കിലും തരത്തിൽ ക്ഷീണം ഉണ്ടാവുന്നില്ല. അതിന് കാരണം എന്താണ്? അതിന് കാരണം നേരത്തെ ശ്രീ മോഹൻ പിള്ള പറഞ്ഞ ഈ പറയുന്ന അതിൻ്റെ ഇസ്രായേൽ പലസ്തീൻ പശ്ചിമേഷ്യൻ പ്രശ്നത്തിൻ്റെ പരിഹാരം, സൊല്യൂഷൻ അത് സൈനികമല്ല, അത് രാഷ്ട്രീയമാണ്. രാഷ്ട്രീയ പരിഹാരത്തിൽ കൂടി മാത്രമേ അവിടെ സമാധാനം വരുമെന്ന് ഒരിക്കൽ കൂടി പറയുകയാണ് ബ്രിഗേഡ് മോഹൻ പിള്ള. ഡിന്നി, ഇവിടെ നമ്മുടെ രാജ്യത്തിൻ്റെ നിലപാട് ഈ പറഞ്ഞ ഇസ്രായേൽ അവരുടെ കയ്യേറ്റ മേഖലകളിൽ നിന്ന് പിന്മാറി 2 നേഷൻ സൊല്യൂഷൻ എന്നത് തന്നെയാണ് ശാശ്വത പരിഹാരം എന്നുള്ള രാജ്യത്തിൻ്റെ നിലപാട്. ഇപ്പോൾ ഹമാസിനെ ഭീകരവാദ പ്രസ്ഥാനം എന്നൊക്കെ ഷാബുവും ശ്രീ മോഹൻ പിള്ളയൊക്കെ തീവ്രവാദം എന്ന് പറയുമ്പോൾ രാജ്യം എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഹമാസിനെ ഒരു തീവ്രവാദ പ്രസ്ഥാനമായി നോട്ടിഫൈ ചെയ്തിട്ടില്ല. ഏറ്റവും ഒടുവിൽ വന്ന ഇതിനകത്തും രാജ്യസഭയിൽ നിന്ന് മീനാക്ഷി ലേഖി അതിന് മറുപടി പറഞ്ഞിട്ടില്ല. അരിന്തം ബാഗ്ചി അതിനോട് അനുകൂലം പ്രതികരിച്ചിട്ടുമില്ല. പോട്ടെ, അത് മറ്റൊരു വിഷയം. പക്ഷേ ഇനിയും ഹമാസ് ഭീകരവാദ പ്രസ്ഥാനമാണെന്ന് കരുതുന്ന വലിയൊരു വിഭാഗമുണ്ടെങ്കിൽ അവർ ഭീകരവാദ പ്രസ്ഥാനമല്ല, അവർ സ്വാതന്ത്ര്യ സമര പോരാളികളാണ് എന്ന് കരുതുന്ന വലിയൊരു വിഭാഗം വേറെയുണ്ട് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ. ജിന്നി, ഇവർ ഒരു സൈനിക ശക്തിയുള്ള ഗ്രൂപ്പ് മാത്രമാണ് എന്ന് കരുതിയെടുത്ത് ഇസ്രായേലിനെ പിഴയ്ക്കുന്നുണ്ടോ? താങ്കൾ ഒക്കെ ആദ്യ ദിവസത്തെ ചർച്ചയിലൊക്കെ പറയുന്നത് പോലെ ഹമാസ് എന്ന് പറയുന്ന ഒരു ആശയമാണ്.
അതിനെ ഉന്മൂലനം ചെയ്യൽ ആശയപരമായി മാത്രമേ സാധ്യമാകൂ എന്ന തിരിച്ചറിവ് എന്താണ് ഇല്ലാതെ പോയോ ഇസ്രായേലിന് രാഷ്ട്രീയമായി? ശ്രീ ഡിന്നി. നോക്കൂ ശ്രീ ഹാഷ്മി, ഇതിനകത്ത് നമ്മളിപ്പോൾ ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യുദ്ധത്തിൽ ചില സൈനികരമായിട്ടുള്ള ലക്ഷ്യങ്ങൾ കാണും. ഈ സൈനിക ലക്ഷ്യങ്ങൾ വരുന്നത് രാഷ്ട്രീയ ലക്ഷ്യത്തിലാണ്. ആ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ എങ്ങനെയാണ് വരുന്നത്? അവിടുത്തെ പൊതു ജനവികാരം എങ്ങനെയാണോ അതിൻ്റെ വലിയൊരു ഘടകമാണ് ഈ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ വരുന്നത്. അപ്പം ഈ ഇസ്രായേൽ വാർ തുടങ്ങിയ സമയത്ത് ബന്ദികളെ മോചിപ്പിക്കുക എന്നുള്ള വലിയൊരു വികാരമായിരുന്നു. കാരണം അത്രമാത്രം ഒരു 251 ആളുകളെ കൊണ്ടുപോയി. അതിനകത്ത് കുട്ടികളുണ്ട്, സ്ത്രീകളുണ്ട്, വയസ്സായ ആളുകളുണ്ട്. അപ്പോൾ ബന്ദികളെ മോചിപ്പിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ലക്ഷ്യവും അതുപോലെ തന്നെ ഒരു സൈനികരമായിട്ടുള്ള ലക്ഷ്യം തീർച്ചയായിട്ടും ഉണ്ട്. രണ്ടാമത്തെ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തിരിച്ചടി, ഒരു പ്രതികാരം നടത്തണം എന്നുള്ള ഒരു മനോഭാവം അപ്പോഴവിടെ ഉണ്ടായിരുന്നു. കാരണം 1000-ൽ മുകളിലുള്ള ആളുകളെയാണ് അവർ ക്രൂരമായിട്ട് അവിടെ കൊന്നിട്ടാണ് തിരിച്ചു പോയത്. അപ്പോൾ ഒരു പ്രതികാര നടപടി വേണം എന്നുള്ള ഒരു വികാരം അപ്പോഴും ഉണ്ട്. അപ്പോൾ അതാണ് ഈ യുദ്ധത്തിൻ്റെ തുടക്കം. പക്ഷേ ആ തുടക്കം കഴിഞ്ഞ് നമ്മൾ അന്ന് പറഞ്ഞ പോലെ തന്നെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഈ ഒരു ഗാസയിലോട്ട് എൻ്റർ ചെയ്തെന്ന് പറഞ്ഞാൽ അത് 23 ലക്ഷം ആളുകൾ 40/12 സ്ക്വയർ കിലോമീറ്റേഴ്സിൻ്റെ ആ ഒരു ഏരിയയിൽ തിങ്ങി പാർക്കുന്ന ഒരു ഏരിയയാണ്. ഒരു കാരണവശാലും അവിടെ മിലിറ്ററി ഒബ്ജക്റ്റീവ്സ് അവർക്ക് ഒരിക്കലും നേടാൻ സാധിക്കില്ല. കാരണം നമുക്ക് കാശ്മീരിലൊക്കെ ഉള്ള അനുഭവമുണ്ട്. നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു ചെറിയ ഗ്രാമത്തിൽ തന്നെ മൊത്തം സെർച്ച് ചെയ്യണമെങ്കിൽ തന്നെ അതിനകത്ത് എത്രമാത്രം സോൾജേഴ്സ് വേണം, അതുപോലെ തന്നെ അത് ചെയ്താൽ തന്നെ ഈ ആളുകൾ എവിടെയെങ്കിലുമൊക്കെ ഒളിച്ചിരുന്നാൽ തന്നെ ഒന്നും അറിയാൻ പോകുന്നില്ല. അതുപോലെ തന്നെ ഹമാസിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അവർ യൂണിഫോം ഇട്ട് അങ്ങനത്തെ ഒരു ഫൈറ്റ് ചെയ്യുന്ന ഒരു ഇതല്ല. അവർ വളരെ പെട്ടെന്ന് തന്നെ അവർ സിവിലിയൻ ഓർഗനൈസേഷനിലേക്ക് മാറും. അവർക്ക് ഭീകരവാദം നടത്തുന്ന സമയത്ത് അവർ അങ്ങോട്ട് മാറും. സോ അതൊരു വലിയൊരു ഒരു ഡിഫൈൻഡ് ആയിട്ടുള്ളൊരു രീതിയല്ല. അപ്പം സൈനികമായിട്ട് അവരെ കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതാക്കാൻ പറ്റത്തില്ല എന്നുള്ളത് നേരത്തെ അറിയുന്ന കാര്യമാണ്. അത് എനിക്ക് തോന്നുന്നു IDF-ലും അറിയാമായിരുന്നു. അതുകൊണ്ടാണ് IDF-ന്റെ ഡിഫൻസ് മിനിസ്റ്റർ പറഞ്ഞത് there are no military objectives in Gaza എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിനെ പുറത്താക്കേണ്ടി വന്നത്. അതായത് ഇസ്രായേലിൻ്റെ ഡിഫൻസ് മിനിസ്റ്റർ പറയാണ് ഇസ്രായേൽ ഗാസയ്ക്കുള്ളിനകത്ത് സൈനികമായിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ്സും ഇല്ല എന്ന്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ സ്ഥലത്ത് തന്നെ വന്നെത്തും. അപ്പോൾ പിന്നെ എന്താണ് ചെയ്യുക, എങ്ങനെയാണ് മോചിപ്പിക്കാൻ സാധ്യത? നേരത്തെ ശ്രീ ഷാജു പറഞ്ഞതിനകത്ത് ഒരു വാസ്തവമുണ്ട്. അതായത് ഈ ഇത്രയും രീതിയിൽ ചെന്ന് മിലിറ്ററി ഉപയോഗിച്ച് അവരെ ചെന്ന് ഈ മോചിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവിടെ കാഷ്വാലിറ്റീസ് ധാരാളം ഉണ്ടാവും. ഇപ്പൊ തന്നെ ഉണ്ടാവാതിരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അല്ല, നോക്കൂ കേരളത്തിൽ നമ്മൾ സംസാരിക്കുന്നത് ഏതെങ്കിലും തരത്തിലൊരു കെനിയയും അല്ലെങ്കിൽ ഹമാസും തമ്മിലുള്ള യുദ്ധത്തെ പറ്റിയല്ല. നമ്മൾ സംസാരിക്കുന്നത് ഇസ്രായേൽ എന്ന് പറയുന്ന എന്താണ് മിലിറ്ററി മൈറ്റുള്ള, അമേരിക്കൻ പിന്തുണയുള്ള, ഇനഫ് ഫണ്ടുള്ള, ഇനഫ് ആയുധങ്ങളുള്ള ഒരു വലിയ രാജ്യത്തിൻ്റെ സൈന്യവും ഹമാസ് എന്ന് പറയുന്ന താങ്കൾ ഈ പറഞ്ഞതുപോലെ ഓർഗനൈസ്ഡ് അല്ലാത്തൊരു ഗ്രൂപ്പും തമ്മിലുള്ള ഒരു യുദ്ധത്തെ പറ്റിയാണ് നമ്മൾ അത് പലസ്തീൻ്റെ ആർമി പോലും അല്ലല്ലോ ഒരു ഗ്രൂപ്പ്. ആ ഗ്രൂപ്പുകൾ തമ്മിലുള്ള യുദ്ധത്തിൽ ഇപ്പോൾ ഞാൻ പറയുന്നത് കുറേയധികം ആയുധങ്ങളുള്ള ഒരു രാജ്യത്തിന് മറ്റൊരു രാജ്യത്തിന് പേരിൽ ബോംബിട്ട് അവിടുത്തെ സാധാരണക്കാരെ കുഞ്ഞുങ്ങളെ കൊല്ലാം. അത് വലിയ മിടുക്കൊന്നുമല്ലല്ലോ. 46,000-ൽ 37,000 പേരും സ്ത്രീകളും കുട്ടികളുമാണെന്നാണ് പറയുന്നത്. ഞാൻ പറയുന്നത് അവർ അച്ചീവ് ചെയ്തു. ഇപ്പോൾ ഞാൻ പറയുന്നത് ഈ പറയുന്ന എന്താണ് ഇവരെ ഞങ്ങൾ ഈ ബന്ദികളെ ലൊക്കേറ്റ് ചെയ്തു, അവരിരിക്കുന്നത് ഇന്ന സ്ഥലത്താണ്, ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവാത്തത് അത് അവരുടെ ജീവന് ഭീഷണിയാണ് എന്നുപോലും പറയാൻ കഴിയാത്ത രീതിയിൽ ഇപ്പോൾ ഇസ്രായേലിൻ്റെ സൈനിക മൈറ്റ് അല്ലെങ്കിൽ അത്രത്തോളം മൈറ്റി ആണെങ്കിൽ, അത്രത്തോളം പ്രിസൈസ് ആണെങ്കിൽ അവർക്ക് അതെങ്കിലും സാധ്യമാകേണ്ടതല്ലേ? ഈ ചെറിയൊരു പ്രദേശത്ത് ഈ ദിവസങ്ങളിൽ അത്രയും അവർക്കത് കഴിഞ്ഞില്ല എന്ന് പറയുന്നത് നാണക്കേടല്ലേ ഡിന്നി? ഒരു പരിധി വരെ അവർക്കതൊരു ഫെയിലിയറായിട്ട് തന്നെ കാണേണ്ടി വരും. കാരണം എനിക്ക് തോന്നുന്നു ഈവൻ ഇസ്രായേലിൻ്റെ ഉള്ളിൽ തന്നെ ധാരാളം പ്രഷർ ഉണ്ടായിരുന്നു ഈ ബന്ദികളെ മോചിപ്പിക്കുക അല്ലെങ്കിൽ അവരെ ഒരു സീസ് ഫയർ നടത്തി അവരെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ള വലിയൊരു ഒരു പ്രഷർ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് സൈനികരമായിട്ട് അത് ഒരു സേനയ്ക്കും ചെയ്യാൻ പറ്റാത്ത കാര്യം തന്നെയാണ്. അതിനകത്ത് യാതൊരു സംശയമില്ല. ഈവൻ ഇസ്രായേൽ ഇപ്പോൾ ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് ഒരു സ്റ്റേറ്റ് ആൻഡ് നോൺ സ്റ്റേറ്റ് ആണ് ശ്രീ ഹാഷ്മി. സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലും നോൺ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹമാസും. ഇപ്പം നമ്മൾ അതിൻ്റെ വേറൊരു ഉദാഹരണം നോക്കുക. റഷ്യ-യുക്രൈൻ യുദ്ധം നടക്കുന്നുണ്ട്. റഷ്യ എത്രമാത്രം ഒരു വലിയൊരു ഒരു സൈനിക ശക്തിയായിരുന്നു. യുക്രൈന് ഒന്നുമില്ലായിരുന്നു. വേണമെങ്കിൽ ഒരു 4-5 ദിവസം കൊണ്ട് തീർക്കാം. പക്ഷേ ഇപ്പോൾ എത്രയോ വർഷം കഴിഞ്ഞിട്ടും നടക്കുന്നുണ്ട്. കാരണം അവിടെ അമേരിക്കയുടെ സപ്പോർട്ടുണ്ട്. ഇനി നമ്മൾ താലിബാൻ്റെ കാര്യം നോക്കും. അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ എങ്ങനെയായിരുന്നു അമേരിക്ക പോലത്തെ വലിയൊരു രാജ്യം അവിടെ ഫൈറ്റ് ചെയ്തത്? അവർക്ക് രാത്രി മൊത്തം അവിടുത്തെ സൈന്യത്തിൻ്റെ ഗൺസും ടാങ്ക്സും അപ്പാച്ചി ഹെലികോപ്റ്റേഴ്സ് വരെ വിട്ടിട്ട് അമേരിക്കയ്ക്ക് അവിടുന്ന് പോകേണ്ടി വന്നു.
അപ്പോൾ പറഞ്ഞു വന്നത് ഒരു സ്റ്റേറ്റും നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് നമ്മൾ ഫൈറ്റ് ചെയ്യുമ്പം ഒരിക്കലും ഒരു റിസൾട്ട് സ്റ്റേറ്റ് തന്നെ ജയിക്കും എന്നുള്ള രീതിയിൽ ഒരിക്കലും അങ്ങനെ വരാൻ ഒരു ഗ്യാരണ്ടി ഒന്നുമില്ല. അവിടെ അതുപോലെ തന്നെയാണ് ഇസ്രായേലിനെ സംബന്ധിച്ചോളം നടന്നത്. എനിക്ക് തോന്നുന്നു അവിടുത്തെ പ്രൊഫഷണൽസ് നന്നായിട്ട് അറിയാമായിരുന്നു അത് നടക്കത്തില്ല എന്ന്. അതുകൊണ്ടാണ് അത് പലരും അതിനെ എതിർത്തത്. പക്ഷേ ബെഞ്ചമിൻ നെതന്യാഹുവിനെ സംബന്ധിച്ചാൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയപരമായിട്ട് അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കണമെങ്കിൽ ഈ യുദ്ധം നീട്ടിക്കൊണ്ട് പോകണമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം മാക്സിമം എന്തുമാത്രം ചെയ്യാൻ പറ്റും അത് ചെയ്തു. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണം കൂടിയാണ് ഈ ഒരു ഡീൽ പോലും സൈൻ ചെയ്യാൻ സമയത്ത് ഡൊണാൾഡ് ട്രംപിന്റെ എൻവോയ് അവിടെ വന്ന് ലാൻഡ് ചെയ്ത സമയത്ത് അദ്ദേഹം പറഞ്ഞു ഞാൻ 2 ദിവസം കഴിഞ്ഞ് കാണാം, കാരണം എനിക്കിപ്പോൾ സബത്തിന്റെ അവധി എന്നാണ്. പക്ഷേ ട്രംപിന്റെ വളരെ വ്യക്തമായിട്ടില്ല, പറ്റത്തില്ല, ഇപ്പം തന്നെ കണ്ടേ പറ്റത്തുള്ളൂ, ഈ ഒരു ഡീൽ സൈൻ ചെയ്യണം, 20-ാം തീയതിക്ക് മുമ്പ് എനിക്ക് ഡീൽ വേണമെന്ന് ട്രംപ് പറഞ്ഞപ്പോഴാണ് അദ്ദേഹം വന്ന് സൈൻ ചെയ്യാൻ തയ്യാറായത്. സോ ഡെഫിനറ്റ്ലി അവിടുത്തെ പ്രൊഫഷണൽ സംബന്ധിച്ചോളം ഇങ്ങനെ ഒരു ഒബ്ജക്റ്റീവ്സ് നേടാൻ സാധിക്കില്ല. അത് ഒരു സേനയ്ക്ക് സാധിക്കത്തില്ല, ഇസ്രായേലിന് സാധിക്കത്തില്ല. അതുപോലെ തന്നെ ഒരു ആളുകളെ ഒരു തോക്കും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ആളുകളെ ഒരാളെ നിങ്ങൾ കൊല്ലാം, 2 ആളെ കൊല്ലാം, 2 ആളെ കൊല്ലാൻ 4 ആൾ വീണ്ടും വരും. അപ്പോൾ അതൊന്നും ഒരു പെർമനന്റ് സൊല്യൂഷൻ അല്ല. മിലിറ്ററിയെ വെച്ച് നമുക്ക് ഒരു പരിധിവരെ ഒരു ഗ്രൗണ്ട് വർക്ക് ചെയ്യാം പൊളിറ്റിക്കൽ സൊല്യൂഷന് വേണ്ടി. പൊളിറ്റിക്കൽ സൊല്യൂഷൻസ് തന്നെയാണ് ഇതിന്റെ ഏറ്റവും നിൽക്കുന്ന ഒരു കാര്യം. മോഹൻപിള്ളയും ശ്രീ ഡിന്നിയും പറഞ്ഞ ഒരേ കാര്യം തന്നെയാണ്, രാഷ്ട്രീയ സൊല്യൂഷനാണ് അത്. നമ്മുടെ രാജ്യം തന്നെ പറയുന്ന ഒരു 2 സ്റ്റേറ്റ് സൊല്യൂഷൻ തന്നെയാണ് അതിനുള്ള പരിഹാരം. ശ്രീ ഷാഹു പ്രസാദ്, ഇവിടെ ഇത്രത്തോളം നിരപരാധികളെ കൊന്നു, ഒരുപാട് കുഞ്ഞുങ്ങളെ കൊന്നു എന്ന് പറഞ്ഞാൽ 18,000 കുഞ്ഞുങ്ങളെ കൊന്നു എന്നാണ് പറയുന്നത്. ഈ 46,000-ൽ 37,000-ഓളം സ്ത്രീകളും കുട്ടികളും മാത്രമാണ്. അതുകൊണ്ട് നിരപരാധികളെ കൊല്ലാൻ കൈവറക്കുന്നവരല്ല ഇസ്രായേൽ. ഇവിടെ ബുധനാഴ്ച ഈ പറയുന്ന സമാധാന കരാറിൻ്റെ ചർച്ച തുടങ്ങിയതിന് ശേഷം മാത്രം 121 പേരെ കൊന്നു. അതിലിപ്പോൾ ഹമാസ് നേതാക്കൾ ഒന്നും ഉള്ളത് അറിയില്ല. കൊല്ലപ്പെട്ടവർ ഏതാണ്ട് മൊത്തത്തോളം തന്നെ സ്ത്രീകളും കുട്ടികളും സാധാരണ സിവിലിയൻസും വയോധികരും ഒക്കെയാണ്. അതുകൊണ്ട് നിരപരാധികളെ കൊല്ലാൻ ഇസ്രായേൽ മടിയില്ല. ഇനിയും വേണമെങ്കിൽ അവരുടെ അല്ലെങ്കിൽ പിന്നെ ആയുധങ്ങൾ ബോംബുകൾ തീർന്നു പോകണം, അങ്ങനെ ഉണ്ടാവില്ല. ബോംബുകൾ അമേരിക്ക ഇഷ്ടം പോലെ കൊടുക്കുമ്പോഴേക്കും ബോംബുകൾ ബാക്കി ഉണ്ടാവും. ഇനിയും നിരപരാധികൾ കൊല്ലാൻ അവിടെ താങ്കൾ പറഞ്ഞ പോലെ 10-27 ലക്ഷം പേർ ഇനിയും ബാക്കിയാണ്. ഓൾ ഓഫ് എ സഡൻ ഒരു കരാറിലേക്ക് എത്താൻ ഇസ്രായേൽ നിർബന്ധിതമാകുന്നെങ്കിൽ അത് ട്രംപിന്റെ ഒരു കടുംപിടുത്തം കൊണ്ടുകൂടി ആവില്ലേ ഷിഷാബു? ട്രംപ് വളരെ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു, ജനുവരി 20-ന് ഞാൻ ഓവൽ ഓഫീസിൽ എത്തുന്നതിന് മുമ്പ് ഈ ബന്ദികളെ മോചിപ്പിച്ചിരിക്കണം എന്ന്. ഇത് ട്രംപിൻ്റെ ഈ ടെററിസത്തിനോടുള്ള ട്രംപിൻ്റെ സമീപനം എന്താണ് എന്നുള്ളത് വളരെ അസന്നിഗ്ധമായിട്ട് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുമുണ്ട്. അന്നത്തേക്ക് ഇതിന് സൊല്യൂഷൻ ഉണ്ടായിട്ടില്ലെങ്കിൽ പിന്നീടുണ്ടാകുന്ന പ്രത്യാഘാതം വളരെ ഭീകരമായിരിക്കും എന്ന ഒരു കൃത്യമായ മെസ്സേജ് ട്രംപ് കൊടുത്തിട്ടുണ്ട്, അമേരിക്കൻ ഭരണകൂടം കൊടുത്തിട്ടുമുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? അത് ഇസ്രായേലിനുള്ള മുന്നറിയിപ്പാണോ അതോ ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്നവർക്കുള്ള മുന്നറിയിപ്പാണോ എന്നുള്ളത് സാമാന്യ ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ മനസ്സിലാവുന്നൊരു കാര്യമാണ്. അത് ഹാഷ്മിക്ക് അത് മനസ്സിലാകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. പിന്നെ വേറൊന്ന്, ഇപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് ശ്രീ ഡിന്നി പറഞ്ഞു, കേണൽ ഡിന്നി അത് പറഞ്ഞു. അതായത് ഒരു സ്റ്റേറ്റും നോൺ സ്റ്റേറ്റും തമ്മിലുള്ള യുദ്ധത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പോരാട്ടത്തിൽ അതിനെ ഒരു 2 പ്രൊഫഷണൽ ആർമി 2 പ്രൊഫഷണൽ മിലിറ്ററി തമ്മിലുള്ള ഒരു പോരാട്ടമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല അത്. എന്നാൽ ഒരു പരിധി വരെ ഇപ്പോൾ ഞാൻ പറയാം, ഇപ്പം ശ്രീലങ്കയിൽ ഉണ്ടായെന്ന് പറഞ്ഞാൽ അത് ഓൾമോസ്റ്റ് അതൊരു LTTE ഇന്ന് വരെയുള്ള ലോകം കണ്ടിട്ടുള്ളതിലേക്കും വെച്ച് ഏറ്റവും വലിയ ഭീകര സംഘടനയായിരുന്നു. എയർഫോഴ്സും നേവിയും ഒക്കെ ഉള്ള ഒരേ ഒരു ഭീകര സംഘടനയായിരുന്നു LTTE എന്ന് പറയുന്നത്. പക്ഷേ ഇറ്റ് വാസ് ഓൾമോസ്റ്റ് ലൈക്ക് എ സ്റ്റേറ്റ്. അവരുടെ ഒരു പ്രദേശത്ത് അവരുടെ മാത്രം ഭരണം, അവരുടെ മിലിറ്ററി, അങ്ങനെയുള്ള 2 പ്രൊഫഷണൽ, ഏകദേശം ഒരു പരിധി ഒന്നുകൂടെ നോക്കിക്കഴിഞ്ഞാൽ ശ്രീലങ്കൻ ആർമിയേക്കാൾ പ്രൊഫഷണലായിരുന്നു അവർ LTTE. അതുകൊണ്ടാണ് ആ LTTE അവിടെ നിന്ന് ഉന്മൂലനം ചെയ്യാൻ അവർക്ക് സാധിച്ചത്. അതേസമയം ഇതുപോലെ ഹമാസ് പോലെയുള്ള ഒരു ഗ്രൂപ്പ് ആയിരുന്നു LTTE എങ്കിൽ അവരിപ്പോഴും അവരുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകുമായിരുന്നു. കാര്യം ഈ പറഞ്ഞതുപോലെ അദ്ദേഹം പറഞ്ഞു, വളരെ കൃത്യമായിട്ട് പറഞ്ഞു, അത് ഇവർ ഒരു യൂണിഫോം ഫോഴ്സ് അല്ല. ജനങ്ങളുടെ ഇടയ്ക്ക് നിന്ന് പെട്ടെന്ന് പുറത്തേക്ക് വരികയും ആ ജനങ്ങളിലേക്ക് തന്നെ മടങ്ങിപ്പോവുകയും ഇങ്ങനെ ചെയ്യുന്ന ഒരു ഫോഴ്സിനെ ഒരു പ്രൊഫഷണൽ ആർമിക്ക് ഫേസ് ചെയ്യുന്നതിനും അവരുമായിട്ട് എൻകൗണ്ടർ ചെയ്യുന്നതിനും അതിൻ്റേതായ പരിമിതികളുണ്ട്. ഇപ്പോൾ താങ്കൾ പറഞ്ഞു ഇസ്രായേലിന് അവിടെ ചുട്ടുമുടിക്കാൻ യാതൊരു മടിയുമില്ലാത്ത ഒരു ഫോഴ്സാണ് എന്ന്. അങ്ങനെ അവർ ഒരു നോൺ പ്രൊഫഷണൽ ആർമി ആയിരുന്നുവെങ്കിൽ, അങ്ങനെ ഒരു ഗ്രൂപ്പ് ആയിരുന്നു അവർ എങ്കിൽ, ഇപ്പോൾ ഈ ഇസ്രായേൽ ഒരു കുഞ്ഞുപോലും ബാക്കിയുണ്ടാവില്ല. അല്ല ഷാബു, ഇവിടെ നോക്കൂ, 82% കെട്ടിടങ്ങൾ തകർത്തു അവിടെ.
ഒരു അതെ, ആകാശത്തിൽ കെട്ടിടങ്ങൾ ഒന്ന് തകർത്തു. പ്ലേ ആവോ? ഒന്ന് ജസ്റ്റ് ഒരു കെട്ടിടങ്ങൾ ആകാശത്തിൽ ഇപ്പോൾ തകർത്തു. ഇന്നും ഒന്ന് ആകാശത്തിലുണ്ട്, ഒന്ന് പ്ലേ ആവോ? 82% ഇതാണ് അതെ. ഏറ്റവും ഒടുവിൽ വരുന്ന അവസ്ഥ. 82% കെട്ടിടങ്ങൾ മൊത്തം തകർത്തു. അവിടെ സ്കൂളുകൾ തകർത്തു, അവിടെ അഭയാർത്ഥി ക്യാമ്പുകൾ തകർത്തു. ഓർത്തു നോക്കൂ, 200-ലധികം ജേർണലിസ്റ്റുകൾ, ഇത്രയധികം ചെറിയ കാലങ്ങൾ കൊല്ലപ്പെട്ട മറ്റൊരു യുദ്ധം ഉണ്ടായിട്ടുണ്ടോ? 1000-ലധികം UN പ്രവർത്തകർ കൊല്ലപ്പെട്ട യുദ്ധം ഉണ്ടായിട്ടുണ്ടോ? പിന്നെയും സാധാരണക്കാർ, അവിടെ ജോലി ചെയ്യുന്നവർ, വർക്ക് ചെയ്യുന്നവർ ഒക്കെ കൊല്ലപ്പെട്ട യുദ്ധം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനൊന്നും മടിയില്ലാത്തവരാണ് ഇസ്രായേൽ. ബോംബുകൾ ഓരോ ദിവസം 35 കുട്ടികൾ, ഓരോ ദിവസം ഇൻ ആവറേജ് 35 കുട്ടികൾ വീതം കൊല്ലപ്പെട്ടുകൊണ്ടിരുന്നു. അവിടെ മടിയില്ലാത്തവരാണ് ഇസ്രായേൽ. അവർ പെട്ടെന്ന് നിർത്തണമെങ്കിലോ അത് മാനവ സ്നേഹം കൊണ്ടാണോ? അല്ല. ഹാഷ്മി പറയുന്നത് കേൾക്കൂ. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും വലുത്, അവരുടെ നമ്പർ 1 പ്രയോറിറ്റി എന്ന് പറയുന്നത് ഒരു രാഷ്ട്രമെന്നുള്ള നിലയിൽ, ഒരു സമൂഹം എന്നുള്ള നിലയിൽ അവരുടെ നിലനിൽപ്പാണ്. അവരുടെ എന്നല്ല, ഇസ്രായേൽ എന്നല്ല, ലോകത്തിലെ ഏത് രാജ്യത്തിൻ്റെയും നമ്പർ 1 പ്രയോറിറ്റി അവരുടെ നിലനിൽപ്പാണ്. നിലനിൽപ്പിനുള്ള ആ നിലനിൽപ്പിന് നേരെ വരുന്ന ഭീഷണിയെ നേരിടുമ്പോൾ അവർ അവിടെ മനുഷ്യത്വത്തിനും ഈ പറഞ്ഞ കാര്യത്തിന് 2ാം സ്ഥാനമേ ഉണ്ടാവുള്ളൂ. ഞാൻ ഈ പറയുന്നതിനെ നിങ്ങൾ ചെയ്യരുത്. ഞാൻ പറയുന്നതിനെ നിങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യരുത്. ഞാൻ പറഞ്ഞ അത്രേ ഉള്ളൂ. മനുഷ്യത്വത്തിന് പ്രാധാന്യം കൊടുത്തിട്ടില്ല അവർ. ഇത്രയധികം കുഞ്ഞുങ്ങളുടെ ചോര കണ്ടിട്ടും കൈവറക്കാത്തവർക്ക് നാളെ മുതൽ ഇനി സാധാരണക്കാരെ കൊല്ലണ്ട എന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. അങ്ങനെ ഒരു ഉദാഹരണം ഉണ്ടാവില്ല. യുദ്ധത്തിലാണ് ഹാഷ്മി, ഏത് യുദ്ധത്തിലാണ് മനുഷ്യത്വത്തിന് പ്രാധാന്യമുള്ളത്? മനുഷ്യത്വത്തിന് പ്രാധാന്യമുണ്ടെങ്കിൽ ഈ ലോകത്തെ യുദ്ധം ഉണ്ടാവില്ല. ഞാൻ സംസാരിക്കുന്നത് പരിഷ്കൃത ലോകത്തിന്റെ നൈതികത വെച്ചിട്ടാണ് സാർ. ഞാൻ സംസാരിക്കുന്നത് പരിഷ്കൃത ലോകത്തിന്റെ നൈതികത വെച്ചാണ്. ആ പരിഷ്കൃത ലോക നൈതികത വെച്ച് ആലോചിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ, നിരപരാധികൾ, സ്ത്രീകൾ, വയോധികർ മരിച്ചു വീഴുന്നത് നമുക്ക് വേദന ഉണ്ടാക്കും. അത് ഞാൻ പറഞ്ഞ പരിഷ്കൃത ലോകത്തിന്റെ, അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഈ പറയുന്ന നെതന്യാഹുവിനെ യുദ്ധക്കുറ്റവാളി എന്ന് വിളിക്കാനുള്ള കാരണം എന്താണ്? അത് ലോകത്തിന് ശരി ഞാൻ ശ്രീ മോഹൻ പിള്ള സൗദി ഹൂത്തികൾക്ക് നേരെ നടത്തുന്നത് എന്താണ്? താങ്കൾ പറഞ്ഞത് ശരിയാണ്. യുദ്ധത്തിൽ എവിടെയാണ് കാരുണ്യം? ശരിയാണ്. അത് ശരിയാണ്. യുദ്ധത്തിൽ എവിടെയാണ് കാരുണ്യം? യുദ്ധം എന്ന് പറയുന്നത് തന്നെ കാരുണ്യമില്ലായ്മയാണ്. ശരി, ഞാൻ തിരികെ എത്തുമ്പോൾ ബ്രിഗേഡിയർ മോഹൻപിള്ള 46,000-ഓളം പലസ്തീനിയൻ, അതിൽ 37,000-ഓളം സ്ത്രീകൾ, കുട്ടികൾ, വയോധികർ. അത് പലസ്തീനിൽ. ഇസ്രായേലിൽ 835 യുവ ഇസ്രായേലി സൈനികർ, 3000-ഓളം പേർക്ക് ഗുരുതരമായി പരിക്ക്, കുറേയധികം പേർ വികലാംഗരായി. ആത്യന്തികമായി നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും യുദ്ധത്തിന്റെ അവശിഷ്ടം നഷ്ടങ്ങൾ മാത്രമാണ്. അല്ലേ ബ്രിഗേഡിയർ മോഹൻപിള്ള? തീർച്ചയായിട്ടും അത് തന്നെയാണല്ലോ നമ്മൾ ആദ്യം മുതൽ തന്നെ പറഞ്ഞത്. പിന്നെ ഇതിനകത്ത് 2-3 കാര്യങ്ങൾ നമ്മുടെ ചർച്ചയിൽ എല്ലാവരും പറയുന്നത് തന്നെ സ്റ്റേറ്റ് നോൺ സ്റ്റേറ്റ് എലമെൻ്റ് എന്ന് പറയുന്നത്. ഈ നോൺ സ്റ്റേറ്റ് എലമെൻ്റ് ഈ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ, എസ്പെഷ്യലി പാലസ്തീനെ സംബന്ധിച്ചിടത്തോളം, ഈ നോൺ സ്റ്റേറ്റ് എലമെൻ്റ് അവിടുത്തെ റൂളേഴ്സ് ആയിരുന്നു, അവിടെയുള്ള ആൾക്കാർ സെലക്ട് ചെയ്ത് അല്ലെങ്കിൽ തിരഞ്ഞെടുത്ത ഒരു ടീമായിരുന്നും കൂടി ഓർക്കണം. അപ്പം നമ്മൾ അവരെ ഇൻ ടോട്ടോ ഒരു സെപ്പറേറ്റ് ടെററിസ്റ്റ് ഔട്ട്ഫിറ്റ് എന്നുള്ള രീതിയിൽ ബ്രാൻഡ് ചെയ്യുന്നതിൽ ലിമിറ്റേഷൻസ് ഉണ്ട്. ഒന്ന്. രണ്ടാമത്, ഐക്യരാഷ്ട്ര സംഘടന പോലും ആ ഒരു രീതിയിൽ വന്നു. പരിഷ്കൃതമായിട്ടുള്ള രാജ്യങ്ങൾ ചെയ്യേണ്ടത് എന്തെന്ന് ചോദിച്ചാൽ ഈ നോൺ സ്റ്റേറ്റ് എലമെൻറ്റിൻ്റെ ഡിമാൻഡ് ആക്സെപ്റ്റബിൾ ആണെങ്കിൽ അംഗീകരിച്ചുകൊണ്ട് ഈ അവരെ ടെററിസം കൂടുതൽ ഡീപ്പായിട്ട് പോകാതെ അവരെ കൂടി സ്ട്രീം ലൈനിലോട്ട് കൊണ്ടുവരേണ്ട ഒരു സിസ്റ്റമാണ് എടുക്കേണ്ടത്. അവിടെയാണ് ഐക്യരാഷ്ട്ര സംഘടന പൂർണ്ണമായി കഴിയുകയാണ്. അത് രാഷ്ട്രീയ സൊല്യൂഷൻ തന്നെയാണ് താങ്കൾ പറഞ്ഞത്. അത് തന്നെയാണ് അതിൻ്റെ യഥാർത്ഥ പരിഹാരം. ഇന്നലെ പലസ്തീനിൽ നിന്ന് കണ്ട ഒരു ദൃശ്യം കൂടി പ്രേക്ഷകർ ഒന്ന് കാണണം. كفي حروب يعني ايش بأمان خلاص تعبنا بكفي حروب يا عالم احنا تعبنا من الله كتير اشتقت للتعليم وارجع اتعلم كتير ആ കുഞ്ഞുങ്ങൾ പറഞ്ഞത് പഠിക്കണമെന്നാണ്, ആ കുഞ്ഞുങ്ങൾ പറഞ്ഞത് ചിരിക്കണമെന്നാണ്, ആ കുഞ്ഞുങ്ങൾ പറഞ്ഞത് കളിക്കണമെന്നാണ്. അവരോട് ചിരി നിലനിൽക്കട്ടെ. എൻകൗണ്ടർ പൂർണ്ണമാവുന്നു.